റാണി ദുർഗാവതി അനുസ്മരണം വിപുലമായി ആചരിച്ചു. പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്ന ചടങ്ങിൽ മുൻ IG ഗോവിന്ദൻ IPS ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബാലികാ സദനം പ്രസിഡന്റ് B രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. വനവാസികളുടെ അനിഷേധ്യരായ നേതാക്കളായ ശ്രീ ബിർസ മുണ്ട, റാണി ദുർഗാവതി, തലക്കര ചന്തു ഇവരുടെ ജയന്തിയോടനുബന്ധിച്ചാണ് ഭാരതമൊട്ടുക്ക് ഇന്ന് വനവാസി സ്വാഭിമാൻ ദിവസമായി ആചരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി വനവാസി വികാസ കേന്ദ്രം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഇന്നിവിടെ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയിൽ ഇവിടെ പങ്കെടുക്കാനെത്തിയ എല്ലാവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്ന ശ്രീ C രാധാകൃഷ്ണൻ, അഗസ്ത്യകുടീരം ബാലികാ സദനം പ്രസിഡൻ്റാണ്. അദ്ദേഹത്തെ എൻ്റെ പേരിലും വനവാസി വികാസ കേന്ദ്രത്തിൻ്റെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്ന S ഗോപിനാഥൻ സാറാണ്. അദ്ദേഹം റിട്ടയർഡ് IG ഓഫ് പോലീസാണ്. അദ്ദേഹത്തിനും എൻ്റെയും വനവാസി വികാസ കേന്ദ്രത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. അടുത്ത ഡോക്ടർ ഹരികൃഷ്ണൻ സാറാണ്. അദ്ദേഹം നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളിലും വളരെ ഗഹനമായി തന്നെ ആ വിഷയത്തിൽ നമുക്കിവിടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാറുണ്ട്. അദ്ദേഹത്തിന് ട്രിവാൻഡ്രം MG കോളേജിലെ പ്രൊഫസറാണ് അദ്ദേഹത്തിനും എൻ്റെയും വനവാസി വികാസ കേന്ദ്രത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ സ്വാഗതം ആശംസിക്കുകയാണ്. തലക്കര ചന്തു ബിർസ മുണ്ട അനുസ്മരണത്തിന് എത്തിച്ചേർന്ന ഭാരതീയ ചിന്തകൻ ശ്രീ GM മഹേഷ് സാറിന് എൻ്റെയും വനവാസി വികാസ കേന്ദ്രത്തിൻ്റെയും പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. ഇനി വിശിഷ്ട അതിഥികളായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ AK ശ്രീധരൻ, അഖില ഭാരതീയ ഛാത്രവാസ് പ്രമുഖ്, അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുന്നു. അടുത്ത ശ്രീ ശ്രീകുമാർ G, നമ്മുടെ വനവാസി വികാസ കേന്ദ്രത്തിൻ്റെ സംസ്ഥാന ഭാരവാഹിയാണ്. ശ്രീകുമാർ Gക്ക് സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി പ്രൈവറ്റ് സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ സംസ്ഥാന രക്ഷാധികാരിയായ ശ്രീ തോട്ടക്കാട് ശശി സാറാണ്. അദ്ദേഹത്തിനും സ്വാഗതം ആശംസിക്കുന്നു. ഹിന്ദു ധർമ്മ പരിഷത്ത് അധ്യക്ഷൻ ശ്രീ M ഗോപാൽജിക്ക് വനവാസി വികാസ കേന്ദ്രത്തിൻ്റെയും എൻ്റെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി അഖില തന്ത്രി പ്രചാരക് സഭ ദേശീയ ചെയർമാനായ ബ്രഹ്മശ്രീ ഡോക്ടർ AS ശ്രീരാജ് കൃഷ്ണൻ പോറ്റിയെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ സുധീർജിയുണ്ട്. 5 സംസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന സൗത്ത് സോണിൻ്റെ ഹോസ്റ്റൽ പ്രമുഖായ സുധീർ കുമാർജിയെ സ്വാഗതം ചെയ്യുന്നു. അടുത്തായി നമ്മുടെ ചലച്ചിത്ര പ്രവർത്തകയായ കലാറാണിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് കൂടാതെ നമ്മുടെ ഇവിടെ നേരത്തെ തന്നെ ദേശഭക്തി ഗാനം ആലപിക്കാൻ പോവുകയും ചെയ്യുന്ന നമ്മുടെ അഗസ്ത്യകുടീരം ബാലികാ സദനം കുട്ടികൾക്ക് അവരെയും സ്വാഗതം ആശംസിക്കുക. നന്ദി. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മഹത് വ്യക്തികൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. കേരള വനവാസി വികാസ് കേന്ദ്രത്തിൻ്റെ വനവാസി സ്വാഭിമാൻ ദിവസമാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. അതിലൊന്ന് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച മാതിരി ബിർസ മുണ്ട, അതേപോലെ റാണി ദുർഗാവതി, തലക്കര ചന്തു ഇവരുടെ എല്ലാം അനുസ്മരണങ്ങൾ ഇന്നിവിടെ നടക്കുകയാണ്. വേദിയിൽ ഉപേക്ഷായിരിക്കുന്ന എല്ലാ മഹത്തുക്കൾക്ക് ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതവും യോഗത്തിന് ആശംസ അറിയിക്കുകയാണ്.
ബിർസാ മുണ്ടയെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കും. ആദിവാസി സ്വാതന്ത്ര്യ സമര സേനാനി ബിർസാ മുണ്ടയെ ആദരിക്കുന്നതിനായിട്ടാണ് നവംബർ 15 ജൻജാതീയ ഗൗരവ ദിവസ് അല്ലെങ്കിൽ ആദിവാസി അഭിമാന ദിനമായി ആചരിക്കുന്നു. 1875 ജനിച്ചു. ജാർഖണ്ഡിലാണ്. ബ്രിട്ടീഷ് ഭരണത്തിനും മതപരിവർത്തനത്തിനും എതിരെ പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ നിർഭയമായ കലാപം പരമ്പരാഗത ഗോത്ര സംസ്കാരത്തിൻ്റെ പുനർജീവനത്തിന് ഗണ്യമായ സംഭാവന നൽകി ആണ് ബിർസാ മുണ്ടയെക്കുറിച്ച് പറയുന്നത്. റാണി ദുർഗാവതിയുടെ 500ാമത് ജന്മവാർഷികമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. യു പിയിൽ ചന്ദേല രാജാവായ കിരാത് റായിയുടെ ഏക മകളായി ജനിച്ചു. 1524 ഒക്ടോബർ 5 ജന്മം. അതീവ സമർത്ഥയായും ധീരയും സുന്ദരിയുമായിരുന്ന റാണിയെ ഗോണ്ഡ്വാന രാജാവായ ദൽപത് ഷാ വിവാഹം കഴിച്ചു. ചെറുപ്പത്തിലെ വിധവയായി. അതിനുശേഷം പുത്രനായ വീരനാരായണൻ്റെ റീജൻ്റായി ഭരണം നടത്തി. അവസാനം അക്ബറിൻ്റെ ജനറലായ അസാദ് ഖാൻ്റെ നേതൃത്വത്തിൽ ആക്രമണം തുടർന്നു. ആദ്യത്തെ പ്രാവശ്യം റാണി അതിൽ വിജയിച്ചെങ്കിലും രണ്ടാമത് വീണ്ടും ആക്രമണത്തിൽ റാണിയുടെ മകനെ സ്വസ്ഥമായിട്ട് ആക്കിയതിന് ശേഷം ഇദ്ദേഹം ഒരു പുരുഷ സേന എന്ന പേരിൽ യുദ്ധം ചെയ്യുകയും അവരെ വീരമൃത്യു വരിക്കുകയും ചെയ്തു. 1564 ജൂൺ 24 മരണം വരിച്ചു. ഈ ധീരവനിതയുടെ സ്മരണാർത്ഥം 1983 മധ്യപ്രദേശിൽ ജബൽപൂർ സർവകലാശാലയ്ക്ക് റാണി ദുർഗാവതി എന്ന നാമകരണം ചെയ്തു. അതുകൂടാതെ 1988 മധ്യപ്രദേശ് ഗവൺമെൻറ് തന്നെ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കുകയും ചെയ്തു. ഇതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ടുള്ള സംസാരിക്കാൻ തുടക്കത്തിൽ ഇത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എല്ലാവരെയും ഒരിക്കൽ കൂടി യാത്രയ്ക്ക് സ്വാഗതം ചെയ്തുകൊണ്ടും ഈ യോഗത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി എസ് ഗോപിനാഥൻ IPS റിട്ടയേർഡ് IG ഓഫീസ് വരെ സാദരം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എനിക്ക് മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ, വനവാസി സ്വാഭിമാൻ ദിവസമായി ആചരിക്കുന്ന ഇന്ന് ഈ മഹാസമ്മേളനത്തിൽ നിങ്ങളുടെ മുമ്പ് ഞാൻ നിൽക്കുന്നത് മഹത്തായ ഒരു പാരമ്പര്യം, സ്വന്തം അഭിമാനം സംരക്ഷിക്കുന്നതിന്, ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിന്, സ്വന്തം നാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ജീവാർപ്പണം വരെ നടത്തുകയും ചെയ്ത അതിപ്രശസ്തരായ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഓർമ്മിക്കാനാണ് നമ്മൾ ഈ ദിവസം ആചരിക്കുന്നത്. അതിൽ ഒരു ഭാരതീയൻ എന്നുള്ള രീതിയിൽ ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് ആദ്യമേ തന്നെ സൂചിപ്പിക്കട്ടെ. അഭിമാനം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ സ്വത്വം, നമ്മുടെയൊക്കെ പൈതൃകം, നമുക്ക് തലമുറകളായി പകർന്നു കിട്ടുന്ന സംസ്കാരത്തിൻ്റെയും നമ്മളുടെയൊക്കെ അഭിമാന ബോധത്തിൻ്റെയും ഫലമായിട്ടുള്ളതാണ്. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, ശ്രീ ബിർസ മുണ്ട, അതേപോലെ രുദ്രാവതി, റാണി രുദ്രാവതി, തലക്കര ചന്തു തുടങ്ങിയ വനവാസി മേഖലയിൽ, ട്രൈബൽ മേഖലയിൽ നിന്നൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന് മറക്കാനാവാത്ത സംഭാവനകൾ നൽകിയ, അതിപ്രശസ്തമായ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിയ, വൈദേശിക കടന്നുകയറ്റത്തിനെ പ്രതിരോധിച്ച ധീരദേശാഭിമാനികൾ നമുക്കുണ്ടായിരുന്നു എന്നുള്ളത് വലിയൊരളവ് വരെ തമസ്കരിക്കപ്പെടുകയും അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ആളുകളിലേക്ക് എത്താതെ പോവുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ നിന്ന് നാം ഇന്ന് അതേക്കുറിച്ചൊക്കെ പഠിക്കാൻ,
അവരുടെയൊക്കെ ആ പൈതൃകത്തെക്കുറിച്ച്, അവർ പകർന്നു തന്ന പാരമ്പര്യത്തെക്കുറിച്ച്, അവർ പകർന്നു തന്ന ദേശീയ മൂല്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ നാം ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വലിയ മാറ്റത്തിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ സ്വാഭിമാൻ ദിവസം ആചരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഞാനിത് പറയുമ്പോൾ നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച മുതിർന്ന സഹോദരൻ സൂചിപ്പിച്ചു, റാണി രുദ്രാവതി 500 വർഷം മുമ്പ് 16-ാം നൂറ്റാണ്ടിൽ ഭാരതത്തിൽ ജീവിച്ചിരുന്ന ഒരു ധീര വനിതയാണ്. പ്രായപൂർത്തിയാകാത്ത മകന് രാജ്യഭാരമേൽക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ ഭർത്താവ് മരിച്ച് വിധവയായി തീർന്ന ആ റാണി റീജൻ്റായി ഗോണ്ട്വാന എന്നൊരു ചെറിയ രാജ്യത്തിൻ്റെ ഭരണാധികാരം ഏറ്റെടുക്കുകയാണ്. അതേക്കുറിച്ചൊക്കെ വിശദമായി ശ്രീ ഹരികൃഷ്ണനൊക്കെ സൂചിപ്പിക്കും, അതുകൊണ്ട് ഞാൻ വിശദമായി സംസാരിക്കുന്നില്ല. പക്ഷേ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത്, നമ്മൾ വലിയ യുദ്ധതന്ത്രങ്ങളും ആധുനിക അന്തർദേശീയ സമരങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഈ കാലഘട്ടത്തിൽ 500 വർഷം മുമ്പ് നമ്മുടെ ഭാരതത്തിൽ വൈദേശിക ആധിപത്യത്തിനെ തടഞ്ഞു നിർത്താനുള്ള മനംകട്ടിയുള്ള ആയുധശേഷി കൊണ്ടും ആൾബലം കൊണ്ടും യാതൊരു തരത്തിലും താരതമ്യപ്പെടുത്താൻ കഴിയാതിരുന്ന വൈജാത്യങ്ങളോ വൈരുദ്ധ്യങ്ങളോ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന മുഗിലന്മാരുടെ സേനയെ, അതും അക്ബറിൻ്റെ സേനയെ, ആദ്യം ഷെർഷാ തുടങ്ങി പിന്നീട് അക്ബറിൻ്റെ കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്കും വളരെ ശക്തമായ രീതിയിൽ നമ്മുടെ രാജ്യങ്ങൾ പിടിച്ചടക്കാനും അവിടെയുള്ള സമ്പത്ത് കൊള്ളയടിക്കാനും അവിടെയുള്ള ആളുകളെ മതം മാറ്റുന്നതിനും അതുപോലെ തന്നെ അവിടെയുള്ള സ്ത്രീകളെ ഉൾപ്പെടെ അടിമകളാക്കി മാറ്റുന്നതിനുമൊക്കെ ശ്രമിച്ചു പോകുന്ന വലിയ ഒരു സൈനിക ആധിപത്യം അല്ലെങ്കിൽ കടന്നുകയറ്റത്തിൻ്റെ അതിനെ പ്രതിരോധിക്കാൻ തദ്ദേശീയമായ ആയുധങ്ങളും വളരെ ആൾബലം കുറഞ്ഞ അല്ലെങ്കിൽ ആധുനികമായ യുദ്ധമുറകളുടെ പരിശീലനത്തിനൊന്നും അവസരം ലഭിക്കാതെ പോയ ഈ നാട്ടിലെ സാധാരണക്കാരായ വനവാസികളും ട്രൈബൽ ജനതയെയും കൊണ്ട് നമ്മുടെ നാടിൻ്റേതായ സാധാരണ ആയുധങ്ങൾ കൊണ്ട് പൊരുതി നിന്ന ഒരു ധീര വനിതയാണ് റാണി രുദ്രാവതി എന്ന് പറയുമ്പോഴേ നമ്മൾ സത്യത്തിൽ അഭിമാനം കൊള്ളണം. ഞാനത് പറയാൻ കാരണം, റാണിക്ക് അവര് യുദ്ധരംഗത്തേക്ക് വരുമ്പോൾ മകനെന്ന് തീരെ ചെറിയ പ്രായമാണ്. ഒരു ആനപ്പുറത്തേറി യുദ്ധം ചെയ്യുകയും യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് യുദ്ധരംഗം വിട്ടുപോകണം, സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറണം എന്നുള്ള തൻ്റെ ഉപദേശകരുടെയും സേനാനായകന്മാരുടെയും ഉപദേശമൊക്കെ അവഗണിച്ചുകൊണ്ട് അവസാന നിമിഷം വരെ പോരാടുകയും അക്ബറിൻ്റെ, നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചു, അസാഫ് ഖാൻ എന്ന സൈനിക മേധാവിയുടെ ആക്രമണത്തിന് മുമ്പിൽ അല്ലെങ്കിൽ സൈനിക ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങാതെ ഏറ്റവും ഒടുവിൽ തനിക്ക് അടിമയാകുക അല്ലെങ്കിൽ അവർക്ക് കീഴ്പ്പെടേണ്ടി വരും എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ സ്വയം ബലിദാനിയായി തീർന്ന ഒരു ആദർശ വനിതയാണ്, ധീര വനിതയാണ് റാണി രുദ്രാവതി എന്നതും ആ പേര് നമ്മളെയൊക്കെ ഇനി വരും തലമുറകളെയും പ്രചോദിപ്പിച്ചുകൊണ്ട് നമ്മളുടെ പ്രതിരോധത്തിൻ്റെ, നമ്മളുടെ സ്വത്വബോധത്തിൻ്റെ ഒരു തെളിവായി നമ്മളുടെയൊക്കെ മനസ്സിലുണ്ടായിരിക്കണമെന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെയാണ് ബിർസ മുണ്ടയുടെ കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു. ബ്രിട്ടീഷ് ഭരണകാലത്താണ്. ബ്രിട്ടീഷുകാർ മതം മാറ്റത്തിനും സ്വത്ത് കൊള്ളയടിക്കുന്നതിനുമൊക്കെ വേണ്ടി വലിയ തോതിൽ ഈ ട്രൈബൽ മേഖലയിലൊക്കെ പ്രവർത്തനം നടത്തിയപ്പോൾ അതിനെ പ്രതിരോധിച്ച ഒരു കൂട്ടം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിച്ച മഹാനായ പോരാളിയാണ് ശ്രീ ബിർസ മുണ്ട. ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനം, 150-ാം ജന്മദിനം ആഘോഷിക്കുകയാണ് നമ്മൾ. നമ്മുടെ ആരാധനായ പ്രധാനമന്ത്രിയാണ് രാജ്യവ്യാപകമായി അതിൻ്റെ ഇന്നത്തെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത്. ഏതാണ്ട് 6600 കോടിയുടെ വികസന പദ്ധതികളാണ് പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിനായി സമർപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേരിൽ. നമ്മുടെ രാജ്യം ഇന്ന്
നമ്മുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയും ചരിത്രത്തിൽ നാം അറിയേണ്ടിയിരുന്നതും അറിയാതെ പോയതോ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അറിയപ്പെടാതെ പോയതോ ആയ സാഹചര്യങ്ങളെയും വ്യക്തികളെയും തിരിച്ചറിയാനും അവരെയൊക്കെ ആദരിക്കാനും നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ നമ്മെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ സ്വത്വത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ അഭിമാന സംരക്ഷണത്തിന് വേണ്ടി, അതുവഴി നമ്മുടെയൊക്കെ അഭിമാന സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വ്യാപൃതമായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളെയൊക്കെ ഏറ്റവും സന്തോഷവാന്മാരാക്കേണ്ട ഒരു വസ്തുത. ഭരണാധികാരി എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് ഭരണങ്ങൾ കണ്ടിട്ടുണ്ട്. യുദ്ധ രംഗത്തെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എനിക്ക് മുമ്പും ഇവിടെ ഇതിനെക്കുറിച്ച് സൂചനയുണ്ടായി. അതിനെക്കുറിച്ചൊക്കെ വിശദമായ ആ വിഷയത്തിൽ പ്രാഗൽഭ്യമുള്ള ആളുകൾ ഇവിടെ സംസാരിക്കും, അനുസ്മരണ പ്രഭാഷണങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മളൊക്കെ യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളുമൊക്കെ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആളുകളാണ്. റാണി ദുർഗാവതി ഒരു മികച്ച ഭരണാധികാരിയായിരുന്നു എന്നുള്ളത് അവരുടെ ഭരണകാലത്ത്, ഏതാണ്ട് 14 വർഷം നീണ്ടു നിന്ന അവരുടെ ഭരണകാലത്ത് ആ ചെറിയ രാജ്യത്തിനുണ്ടായ സാമ്പത്തികമായ പുരോഗതി, ആ ചെറിയ രാജ്യത്തിനുണ്ടായ പുരോഗതിയാണ് അക്ബറിനെ അല്ലെങ്കിൽ അക്ബറിൻ്റെ സേനാനായകനെ ആ രാജ്യത്ത് ശ്രദ്ധിക്കാനിടയാക്കിയത്. ഏറ്റവും തന്ത്രപരമായ ഒരു നീക്കം, ഞാനത് അവരുടെ യുദ്ധ ചരിത്രത്തെക്കുറിച്ച് കുറച്ച് വായിച്ചപ്പോഴാണ് അദ്ദേഹം കൂടുതൽ പറയും, ഹരികൃഷ്ണൻ കൂടുതൽ പറയും. ഒരു രാജ്യത്തിൻ്റെ അവർ ഭരിച്ചിരുന്ന ആ ചെറിയ രാജ്യത്തിൻ്റെ തലസ്ഥാനം വളരെ സ്ട്രാറ്റജിക്കായിട്ട് അല്ലെങ്കിൽ വളരെ നിർണായകമായ രീതിയിൽ ആ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് അത് അവിടെ നിന്ന് മാറ്റി മറ്റൊരു നിർണായക സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നതാണ് ഏറ്റവും പ്രതിരോധിക്കാനും തിരിച്ചാഞ്ഞടിക്കാനും ഏറ്റവും ഭംഗിയായ ഒരു തീരുമാനമെന്ന് കണ്ട് അത് മാറ്റി സ്ഥാപിച്ച ആളാണ് റാണി രുദ്രാവതി. അതുപോലെ തന്നെ അവരെ നേരിടാൻ ഗറില്ല യുദ്ധമാർഗങ്ങളായിരിക്കും, ഗറില്ല മാതൃകയിൽ പതിയിരുന്ന് അവരെ ആക്രമിക്കുകയും അവർ പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്ത് ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു ആക്രമണ രീതി ആയിരിക്കും ഉചിതമെന്ന് അന്ന് ചിന്തിച്ചിരുന്ന ആളാണ് റാണി രുദ്രാവതി. പക്ഷേ എന്തുകൊണ്ടോ അത്തരത്തിലൊരു വലിയ ഒരു ആയുധ സമരത്തിലേക്കൊന്നും അത് പോയില്ല. അതിനൊക്കെ മുമ്പ് തന്നെ റാണി രുദ്രാവതി ആയുധമേറ്റ് ഗുരുതരമായി പരിക്കേറ്റ് യുദ്ധക്കളത്തിൽ വീഴുകയാണ് ഉണ്ടായത്. യുദ്ധം ചെയ്യാൻ വേണ്ടി അവർ തിരഞ്ഞെടുത്ത ഭൂമിക പോലും എതിരാളികൾക്ക് പെട്ടെന്ന് കടന്നു വരാൻ കഴിയാത്ത രീതിയിൽ നദികളാലും അതുപോലെ മറ്റു മലകളാലും ചുറ്റപ്പെട്ട ഒരു പ്രദേശമായിരിക്കും ഏറ്റവും അവരെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്യാനോ പറ്റിയ ഏറ്റവും വലിയ യുദ്ധ ഭൂമി എന്ന് പോലും കണ്ടെത്താൻ കഴിഞ്ഞ അത്ര ബുദ്ധിപരമായ ചിന്തയും പ്രവർത്തനവും അതിനുവേണ്ടിയുള്ള ഗൃഹപാഠവും ഒക്കെ ചെയ്തിട്ടാണ്. നമ്മളൊക്കെ സാധാരണ പറയും അല്ലേ, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാജ്ഞി എന്നൊക്കെ പറഞ്ഞാൽ അതൊരു അലങ്കാരമാണ്, അല്ലെങ്കിൽ അത് വെറും ഒരു പേരിന് വേണ്ടി മാത്രം ആരെങ്കിലും ഒരു റീജൻ്റായിട്ടിരിക്കുക, അത് കഴിഞ്ഞിട്ട് മറ്റുള്ള ആളുകളും അഡ്വൈസർമാരും ദിവാൻമാരും രാജ്യം ഭരിക്കുക എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ അതിനൊക്കെ അപ്പുറം അവരുടെയൊക്കെ ഉപദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ രാജ്യത്തിൻ്റെ പുരോഗതിക്ക്, ആ രാജ്യത്തിൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ, ആ രാജ്യത്തെ ജനങ്ങളെ വലിയ രീതിയിൽ ഉദ്ധരിക്കാനും ഒക്കെ കഴിഞ്ഞ വലിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് റാണി ദുർഗാവതി ദേവി എന്നുള്ളത് 500 വർഷം കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ കോരിത്തരിക്കുന്ന ഒരു ഓർമ്മയാണത്. നമുക്ക് കഴിയുന്നുണ്ടോ അതുപോലെ ഇത്രത്തോളം സൗകര്യങ്ങളുള്ള നമുക്ക് പലപ്പോഴും അത്തരത്തിലുള്ള വലിയ വെല്ലുവിളികൾ നേരിട്ട ആളുകൾ, അതും തികച്ചും പ്രതികൂലമായ സാഹചര്യത്തിൽ പോലും സ്വന്തം വ്യക്തിത്വത്തിന് വേണ്ടി, സ്വന്തം നാടിൻ്റെ മഹത്വത്തിന് വേണ്ടി ആത്മാഭിമാനം പണയം വയ്ക്കാതെ ജീവിച്ച് മരിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, ജീവിച്ച് രക്തസാക്ഷിത്വം വരിച്ച റാണി ദുർഗാവതി ദേവിയെപ്പോലെ, അതുപോലെ തലക്കര ചന്തു, ബിർസ മുണ്ട തുടങ്ങിയവരെയൊക്കെ നാം ഏറ്റവും അനുയോജ്യമായ രീതിയിൽ വനവാസി സ്വാഭിമാൻ ദിവസമായി ഇന്ന്
ആചരിക്കുന്നു, ആഘോഷിക്കുന്നു. നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ ആത്മാഭിമാനത്തിന് വേണ്ടി അത് പണയം വയ്ക്കാതെ ഏത് വൈദേശിക ആധിപത്യത്തിനും ഏത് കടന്നുകയറ്റത്തിനും എതിരെ നാം അവരെയൊക്കെ പ്രതിരോധിക്കുമെന്ന് പുനഃപ്രതിജ്ഞ ചെയ്യാനും നമ്മളെ പുനരർപ്പണം ചെയ്യാനുള്ളൊരു വേദിയായിട്ട് ഇത് ഉപയോഗിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മഹാസമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ആദരണീയരായ വ്യക്തികളെ, അമ്മമാരെ, സഹോദരിമാരെ, നമസ്കാരം. ഞാൻ ഈ സമയത്ത് എന്നോട് ക്ഷണിച്ച സമയത്ത് പറഞ്ഞത് ഇവിടെ ഇരുന്നാൽ മതി എന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നോക്കിയത്. ഇന്ന് ഭാരതത്തിലുടനീളം നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും അല്ലെങ്കിൽ ധർമ്മവും ഇംഗ്ലീഷിൽ പറഞ്ഞ ഫെയ്ത്ത് ആൻഡ് കൾച്ചർ ആൻഡ് ട്രഡീഷൻ, ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടി സ്വജീവിതം സമർപ്പിച്ച ആരും അറിയാതെ പോയിട്ടുള്ള ഭാരതത്തിലുടനീളമുള്ള വനവാസികളായിട്ടുള്ള ധീരദേശാഭിമാനികളെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ് 72 വർഷത്തെ വനവാസി കല്യാണാശ്രമത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഈ അനുസരണ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ സി രാധാകൃഷ്ണൻ, ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ശ്രീ എസ് ഗോപിനാഥൻ, റിട്ടയർഡ് IG, അഖില ഭാരതീയ ഛാത്രവാസ് പ്രമുഖ് ശ്രീ AK ശ്രീധർജി, ബ്രഹ്മശ്രീ ഡോക്ടർ MS രാജകൃഷ്ണൻ പോറ്റി, ശ്രീ ഡോക്ടർ ഹരികൃഷ്ണൻ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ സുഹൃത്തുക്കളെ, ബിർസ മുണ്ടെ അനുസ്മരണം ഇതിനു മുൻപും അനുസ്മരിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കണക്ക് അവഗണിക്കപ്പെട്ട വിഭാഗം എന്ന് മുൻകാലങ്ങളിൽ പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് അംഗീകാരത്തിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് കാരണവുമുണ്ട്. അങ്ങനെ ധരിക്കുന്ന വിഭാഗമാണ് പലപ്പോഴും രാഷ്ട്രത്തിൻ്റേതായിട്ടായാലും സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നതും പോരാടുന്നതുമെല്ലാം അവരാണ് എന്നുള്ളത് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് ബിർസ മുണ്ടെ അനുസ്മരണവും റാണി ദുർഗാവതിയും അതേപോലെ തന്നെ തരക്കര ചന്തുവും എല്ലാം അനുസ്മരിക്കപ്പെടേണ്ട ഒരു കാരണവശാലും വരുന്ന തലമുറയ്ക്ക് അറിഞ്ഞുകൂടാത്തവരാവരുത് എന്ന് ധരിച്ചുകൊണ്ടും കൂടിയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ വർഷാവർഷം നടത്തി വരുന്നത്. കേന്ദ്ര സർക്കാരും അത് ഈ ദിനത്തിന് സ്വാഭിമാന ദിനമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞ കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ കഴിഞ്ഞ നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ
സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവരുടെ സൗകര്യങ്ങൾ ഇനിയും വളരെയധികം വർദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു പരിപാടി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നടന്നിരുന്നു. ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നത് അന്നത്തെ ഇന്ത്യൻ പ്രസിഡൻ്റായിട്ടുള്ള ഗ്യാനി സെയിൽ സിംഗ് ആയിരുന്നു. 10,000-കണക്കിന് ആൾക്കാർ പങ്കെടുത്ത പരിപാടി. ആ പരിപാടി കഴിഞ്ഞ സമയത്ത് ഇന്ത്യൻ പ്രസിഡന്റ് ചോദിച്ചത് ഇതിൻ്റെ പിന്നിലാരെന്നാണ്. നമുക്കറിയാം, സ്വർഗീയനായിട്ടുള്ള കേരളത്തിൽ ഭാഷ അറിഞ്ഞുകൂടാതെ, വേഷം അറിഞ്ഞുകൂടാതെ, ഭക്ഷണരീതി അറിഞ്ഞുകൂടാതെ കടന്നു വന്ന് കേരളത്തിലെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് ഊടും പാവും പകർന്നു കൊടുത്ത് വളർത്തിയ സ്വർഗീയനായിട്ടുള്ള ഭാസ്കർ റാവുജി ആയിരുന്നു ആ സമ്മേളനത്തിൻ്റെ ഏറ്റവും മുഖ്യ സംഘാടകൻ. വളരെ കാഴ്ചപ്പാടോടു കൂടിയിട്ടാണ് ഇന്ന് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തലത്തിലേക്ക് ഹോസ്റ്റലുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടനവധി പദ്ധതികൾ ആ കാലഘട്ടത്തിലാണ് തയ്യാറാക്കപ്പെട്ടത്. ഭാഗ്യം കൊണ്ട് ഇന്ന് അത് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നെന്ന് മാത്രമല്ല, ഭാരതത്തിൻ്റെ ഭരണകൂടം അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ അനവധി ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ വനവാസി വികാസ് കേന്ദ്രം അല്ലെ വനവാസി സംഘടന ഒരിക്കലും ഒരു സർക്കാരിൻ്റെയോ മറ്റ് ആരുടെയെങ്കിലും ഔദാര്യത്തിന് മാത്രം നിന്നുകൊണ്ടുള്ള പ്രവർത്തനമല്ല മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെയല്ല പ്രതീക്ഷിക്കുന്നത്. ഭാഗ്യവശാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇന്നത്തെ സർക്കാർ ചെയ്യുന്നു എന്ന് മാത്രം. വികസനം എന്താണെന്ന് ആ മേഖലയിൽ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇവിടെ നിന്ന് അതിന് ശേഷമാണ് എനിക്ക് മുന്നേ സംസാരിച്ച ശ്രീ എ.കെ. ശ്രീധരൻ ആ മേഖലയിലേക്ക് പോയത്. ഇവിടെ പ്രചാരകനായിരുന്ന ആൾ അവിടെ പോയ സമയത്ത് ഞാൻ ചോദിച്ചു, അവിടെ എങ്ങനെയാണ് ആദ്യം അരുണാചൽ പ്രദേശ് അല്ലേ, അരുണാചൽ പ്രദേശിലാണ് ആദ്യം പോയത്. അപ്പോൾ അവിടുത്തെ രീതി എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു സംഗതിയൊക്കെ എങ്ങനെയൊക്കെയാണ്. ഭക്ഷണരീതി എങ്ങനെയെന്ന് ചോദിച്ച്, ഭക്ഷണരീതി അവർ തരുന്നത് ഞാൻ കഴിക്കും. അവിടെ താമസിക്കുന്ന സമയത്ത് എലിയെ വരെ ചുട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ട്, അവരുടെ ഇടയിലാണ് ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു. അതൊന്നും ഒരു മോശമായിട്ട് ഒരിക്കലും കാണാതെ അതിനെല്ലാം സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള ആ ഔന്നിത്യം അത് തീർച്ചയായിട്ടും എല്ലാവർക്കും അവകാശപ്പെടാൻ വേണ്ടിയിട്ട് സാധ്യമല്ല. നമുക്കത് സാധിക്കണം എന്നുള്ള ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഇന്ന് അദ്ദേഹം ആ മേഖലയുടെ ചുമതലയായിരുന്നെങ്കിൽ ഇന്ന് അഖില ഭാരതീയ തലത്തിൽ ഹോസ്റ്റലിൻ്റെയൊക്കെ ചുമതല നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ പലരും ഇന്ന് നമുക്ക് അവരുടെ ഇടയിൽ നിന്ന് തന്നെ ചുമതലകൾ എടുത്ത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള ആൾക്കാർ വിദ്യാഭ്യാസത്തിൽ അവരുയർന്നു വരുന്ന ആ സാഹചര്യം അങ്ങനെ വലിയ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കേരളത്തിലും അങ്ങനെയുള്ള മേഖലകളുണ്ട്. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവിടെ ചെന്ന് അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല, ആരെയും ധരിപ്പിക്കാനോ ബോധ്യപ്പെടുത്താനോ വേണ്ടിയിട്ടല്ല, 4 വോട്ടിന് വേണ്ടിയിട്ടല്ല. അത് നമ്മുടെ ജീവിതത്തിലെ ധർമ്മമാണ്, കടമയാണ്, അത് ചെയ്തു തന്നെ ആകണം എന്നുള്ളതിൻ്റെ വിശ്വാസത്തിലും അടിയുറച്ച ലക്ഷ്യത്തിലുമാണ് അത്തരം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പം അങ്ങനെയുള്ള വനവാസി മേഖലയിൽ ആ വിഭാഗത്തിൽ നിന്നുള്ള ബിർസ മുണ്ടയെ കണക്കുള്ള ഭഗവാൻ എന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, അവിടുത്തെ ജനങ്ങൾ അങ്ങനെയാണ് അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത്. അപ്പം അങ്ങനെയുള്ള ആ ദിവസം സ്വാഭിമാൻ ദിനമായിട്ട് ആചരിക്കുന്നത് അത് അഭിമാനത്തോടു കൂടിയിട്ടാണ് കാണുന്നത്. അഭിമാനമാണ് നമുക്കത്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, അവഗണിക്കപ്പെട്ടിട്ടുള്ള പല സംഭവങ്ങളും നമ്മൾ കണ്ടു. ഇവിടെ പ്രളയം വന്ന സമയത്ത് കേരളത്തിൽ ഒരു തരത്തിൽ അവഗണിക്കപ്പെട്ട് കഴിയുന്നവരാണ് ഈ മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന വിഭാഗങ്ങൾ. പക്ഷേ അവരാരാണ്, അവരുടെ ആവശ്യം എന്താണ്, എങ്ങനെയാണ് എല്ലാം മുട്ടി എല്ലാ വഴികളും അടഞ്ഞു നിന്ന സമയത്ത് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞുവെന്നും അവരെന്ത് ചെയ്തുവെന്നും നമ്മൾ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള, അത് മറക്കാനുള്ള സമയമായിട്ടില്ല. അപ്പോൾ ഒരിക്കലും അവഗണന എന്ന് പറയുന്ന ഒരിക്കലും നല്ലതല്ല. അവരെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്കൊപ്പം സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പര്യാപ്തമാക്കുക എന്നുള്ള ആ പ്രവർത്തനമാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അത് പലതരത്തിലായിരിക്കും നമുക്ക് ചെയ്യാൻ കഴിയും. ചിലർക്ക് നേരിട്ട് പോയി ചെയ്യാൻ കഴിയും, ചിലർക്ക് സാമ്പത്തികമായിട്ടായിരിക്കും, മറ്റ് ചിലർക്ക് വേറെ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടായിരിക്കും. അങ്ങനെ ഏത് തലത്തിലായും ആ പ്രവൃത്തി ചെയ്യുന്നത് ശരിക്കും ഈശ്വരീയമായിട്ടുള്ള പ്രവർത്തനമായിട്ട് നമ്മൾ കണക്കാക്കിക്കൊണ്ട് നമുക്ക് വരുന്ന വർഷങ്ങളിലും വളരെ ഭംഗിയായിട്ട് ഈ ദിനം ആചരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ബഹുമാന്യനായ അധ്യക്ഷൻ, പരിപാടി ഉദ്ഘാടനം ചെയ്ത ശ്രീ ഗോവിന്ദനാഥൻ സാർ, വേദിയിലിരിക്കുന്ന പ്രമുഖരായ വ്യക്തിത്വങ്ങളെ, സദസ്സിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നമസ്കാരം. ഞാൻ ഈ പരിപാടിയിൽ സംസാരിക്കില്ല എന്ന് ഇന്നലെയും മിനിയാന്നൊക്കെ പറഞ്ഞതാണ്. ഇന്ന് വീണ്ടും ഇതിൽ പേര് വെച്ചു. തണുപ്പ് കാരണം ഇവിടെ ഇരിക്കാനും പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഞാൻ ബാക്കിൽ പോയിരുന്നത്. 2 പ്രശസ്തരായുള്ള പ്രാസംഗികന്മാർ, ചരിത്രം പഠിച്ചവർ ഇനി ഈ പരിപാടിയിൽ സംസാരിക്കാനിരിക്കുകയാണ്. ഞാനങ്ങനെ ഒരു ചെറിയ പ്രസംഗം നടത്തിയാലും അത് അധിക പ്രസംഗമാവും. പക്ഷെ എന്തെങ്കിലും സംസാരിക്കണം എന്നതിൻ്റെ സംഘാടകർ പറഞ്ഞപ്പോൾ അത് പിന്നെ അവരെ അവഹേളിക്കുന്നതിന് തുല്യമായിരിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് സംസാരിക്കുന്നത്. സ്വാഭിമാനം എന്നൊരു നല്ല വാക്ക്, അതില്ലാത്തതാണ് സർവ്വ പ്രശ്നങ്ങൾക്കും കാരണം. സ്വാഭിമാനത്തോടൊപ്പം സ്വാശ്രയത്വം കൂടി ഉണ്ടാകണം. വനവാസി വികാസ കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വാശ്രയത്വം കൂടിയുള്ളൊരു സംഘടനയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഈ സംഘടനയെ പരിചയപ്പെടുന്നത് നേരത്തെ ശ്രീ തോട്ടക്കാട് ശശി പറഞ്ഞതുപോലെ കേരളത്തിലെ പ്രാന്തപ്രചാരകായിരുന്ന ശ്രീ ഭാസ്കർ റാവുജി, അദ്ദേഹം വനവാസി കല്യാണാശ്രമത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി പോയപ്പോഴാണ് കൂടുതൽ പരിചയം. അതിനു മുമ്പ് വയനാട്ടിലും അട്ടപ്പാടിയിലൊക്കെ അതിൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു. ആ സ്ഥലത്തൊക്കെ സന്ദർശിച്ചു എന്നല്ലാതെ അതിനെക്കുറിച്ച് മനസ്സിലായിരുന്നില്ല. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഭാസ്കറാവുജിയിൽ നിന്നും 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇവിടെ ഇരിക്കുന്ന സുധീർ, അദ്ദേഹം വനവാസി കല്യാണാശ്രമത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട് പോകുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട സംഭവം, അന്ന് എൻ്റെ വിവാഹമായിരുന്നു പോകേണ്ട സമയം. പക്ഷെ ഭാസ്കറാവുജി സുധീർ വിളിച്ച് പറഞ്ഞു,
ഗോപാലൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് വന്നാൽ മതി, അതിന് ശേഷം വന്നാൽ മതി, അതുവരെ തിരുവനന്തപുരത്ത് തന്നെ നിൽക്കും. വ്യക്തിബന്ധത്തിൽ കൂടി സംഘടന കെട്ടിപ്പടുത്ത ഒരു വ്യക്തി, ചെറിയ കാര്യമാണ് വിവാഹം എന്നുള്ളത്. പക്ഷേ ആ ബന്ധത്തിന് വളരെ പ്രാധാന്യം കൊടുത്തു. ഈ ബന്ധം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വനവാസികളിടയിലും പ്രവർത്തിക്കാനുണ്ടായ ഏറ്റവും വലിയ പ്രചോദനം എന്നാണ് പറയുന്നത്. കാരണം ഒറീസയിൽ വലിയ ദുരന്തമുണ്ടായ സമയത്ത് നടന്നൊരു സംഭവത്തെക്കുറിച്ച് പറയാറുണ്ട്. വനബന്ധു എന്നുള്ള മാഗസീനിൽ രേഖപ്പെടുത്തിയ കാര്യം കൂടിയിട്ടാണ്, അതിൻ്റെ ആളെ നേരിട്ട് എനിക്കറിയുന്നതുമാണ്. തപ്പു എന്ന് വിളിക്കുന്ന ഒരു പ്രവർത്തകൻ, അദ്ദേഹം പിൽക്കാലത്ത് സംഘപ്രചാരകവും വനവാസി കല്യാണാശ്രമത്തിൻ്റെ പ്രവർത്തനമൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അച്ഛൻ വളരെയധികം സംഘത്തിനെ എതിർത്തിരുന്ന വ്യക്തിയാണ്. ഇയാൾ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന സമയത്ത് അയാളുടെ മനസ്സിൽ സംഘപ്രചാരകമാണെന്നുള്ള ചിന്തയായിരുന്നു. ഈ സമയത്താണ് ഭാസ്കറാവുജിയെ ബന്ധപ്പെടുന്നത്. ഭാസ്കറാവുജി ഈ ദുരന്തം ഉണ്ടായ സമയത്ത് ആ സ്ഥലം സന്ദർശിച്ചു. സ്ഥലം സന്ദർശിച്ച് ഇവരുടെ വീട്ടിലാണ് ഭക്ഷണം കഴിക്കാൻ പോയത്. അയാൾ 2 സഹോദരിമാരുണ്ട്, തപ്പുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. ഭക്ഷണം മുമ്പ് കൊണ്ടുവച്ചപ്പം ഭാസ്കറായി കരയുന്നു. ഈ സമയത്ത് അച്ഛൻ ചോദിച്ചു, അങ്ങനെന്താ ഭക്ഷണം കഴിക്കാത്തത്? കുറേ പ്രാവശ്യം ചോദിച്ച സമയത്ത് ഭാസ്കറായി പറഞ്ഞു, ഇത്രയും കൂടുതൽ ആൾക്കാർ മരിച്ചു വീണു, ധാരാളം ആൾക്കാർക്ക് അച്ഛനില്ലാതെയായി, അമ്മയില്ലാതായി, മക്കളില്ലാതെയായി, എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ കാര്യം ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കായിരുന്നു. അച്ഛന് പിന്നെ ഒന്നും തോന്നേണ്ടി വന്നില്ല. ഇറങ്ങുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു ഭാസ്കറാവുജിയോട്, എൻ്റെ മകനെ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. ഈ തപ്പുമായിരുന്നു പിൽക്കാലത്ത് ഭാസ്കറാവുജിയുടെ മരണം വരെ ഭാസ്കറാവുജിയോടൊപ്പം ഉണ്ടായിരുന്ന കേരളീയനല്ലാത്തൊരാൾ. കേരളക്കാർ വേറെ ഉണ്ടായിരുന്നു. ഒരു മനുഷ്യബന്ധം എങ്ങനെ ആളുകളെ ബന്ധപ്പെടുന്നു, സ്നേഹിക്കുന്നു, എങ്ങനെയാണ് ആ സ്നേഹത്തിൽ കൂടി സംഘടന വളർത്തുന്നത്, ആളുകളെ വളർത്തുന്നത് എന്ന് നമുക്ക് ഓർക്കാം. ഈ സ്വാശ്രയത്വത്തിന് വേണ്ടിയിട്ട് ചെയ്ത പ്രവർത്തനം, ഇതിനുവേണ്ടി പ്രവർത്തിച്ച 2 നല്ല പ്രവർത്തകന്മാർ അഖിലേന്ത്യാ തലത്തിൽ തന്നെ പ്രവർത്തിച്ച ആൾക്കാർ ഇവിടെ ഉണ്ട്. വനവാസി മേഖലയിൽ ആ ആൾക്കാരുടെ സ്വാഭിമാനം വളർത്താൻ വേണ്ടിയിട്ട് അവർക്ക് ഉണ്ടാക്കിക്കൊടുത്ത സ്വാശ്രയത്വം, ആ സ്വാശ്രയത്വം എന്തെല്ലാമായിരുന്നു. അവരുടെ ഇടയിൽ കളികളുണ്ട്, ഖേൽകൂദ്, അതല്ലേ പറയുന്നത്. അപ്പം അതിൽ കൂടിയിട്ട് ആൾക്കാരെ വളർത്തുന്നു. വളരെ നിസ്സാരമെന്ന് വിചാരിക്കും നമ്മൾക്ക്. ഈ കളി എന്ന് പറയുന്നത് വളരെ നിസ്സാരമെന്നാണ് കരുതുക. പക്ഷേ ഒരേകത്വം ഉണ്ടാക്കാനും സ്വാഭിമാനം ഉണ്ടാക്കാനുള്ള പദ്ധതികൾ ആ കളികളിൽ കൂടിയിട്ട് അവർ ആവിഷ്കരിച്ചു. അങ്ങനെ ആ സംഘടന വളർന്നു. അതിൽ ധാരാളം ആൾക്കാർ, നമ്മൾ ഓർക്കണം, വനവാസികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരത്ത് നിന്ന് MD എടുത്തിട്ടുള്ള ഒരാൾ വനവാസികളുടെ ഇടയിൽ പോയി പ്രവർത്തിക്കാൻ പോയി. സംഘപ്രചാരകമായിട്ടാണ് പോയത്. ഈ തിരുവനന്തപുരത്തുകാരനാണ്, തൊട്ടടുത്ത് താമസിക്കുന്ന ആൾ. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ, ഒരു MD കഴിഞ്ഞിട്ടുള്ള ഒരാളെ സ്വന്തം അച്ഛൻ്റെ സമ്മതത്തോടു കൂടി, അമ്മ നേരത്തെ മരിച്ചുപോയി, സമ്മതത്തോടു കൂടി സംഘപ്രചാരകമായിട്ട് പോകണു, അതും വനത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് വനവാസികളുടെ ഇടയിൽ. ആ ആളാണ് ഇന്ന് അട്ടപ്പാടിയിൽ, ഇപ്പോൾ അദ്ദേഹം പ്രചാരകല്ല, അട്ടപ്പാടിയിലെ നാരായണൻ എന്ന് പറയുന്ന വ്യക്തി, ഡോക്ടർ നാരായണൻ. ഇതേപോലെ ഡോക്ടർ സഖ്ദേവ് എന്ന് ഒരാൾ വയനാട്ടിൽ വന്നു. അദ്ദേഹം പ്രചാരകമായിട്ട് വന്നു. പിൽക്കാലത്ത് അദ്ദേഹം കല്യാണമെല്ലാം കഴിച്ചു. ഇത്തരം ആൾക്കാരെ നിർമ്മിച്ച് അവരെ ഇത്തരം ആളുകളുടെ ഇടയിലേക്ക്, അതായത് വനത്തിൽ പ്രവർത്തിക്കുന്ന ആളെ, നേരത്തെ ഇവിടെ തോട്ടക്കേടി തന്നെ സൂചിപ്പിച്ചു, തീരദേശത്തുള്ള ആൾക്കാരുടെ ഇടയിൽ, ഈ സാധാരണക്കാരുടെ ഇടയിൽ മുഴുവൻ പ്രവർത്തിക്കുന്ന, അവർക്ക് സ്വാഭിമാനം വീണ്ടെടുക്കാൻ വേണ്ടി, സ്വാശ്രയത്വം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകൾ ധാരാളം കേരളത്തിലും ഭാരതത്തിലും ഭാരതീയർ പോയി മറ്റുള്ള പ്രദേശങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ
കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്ന കാര്യം, നേരത്തെ ഞാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുമായി സംസാരിക്കുമ്പം ഒരു സന്യാസി ശ്രേഷ്ഠനെ കുറിച്ച് പറയുണ്ടായി. അദ്ദേഹം ഒരു പ്രമുഖനായ സ്വാമി വിവേകാനന്ദനെ പോലെ തന്നെ ഭാരതത്തിൽ നിന്ന് വിദേശത്ത് പോയി വിദേശത്തുള്ള അന്ന് പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച സ്വാമി രാമതീർത്ഥൻ, അതൊരു മാത്തമാറ്റിക്സ് പ്രൊഫസറായിരുന്നു, ബീഹാറിയാണ്. അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളോട്, ഇന്ത്യക്ക ഭാരതീയരോട് പറഞ്ഞു, നിങ്ങൾ ഭാരതത്തിലെ പണക്കാരുടെ മക്കളാണ്. നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്, ഇന്നും പ്രസക്തിയുണ്ട് അതിന്. ഭാരതത്തിൽ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിന് ശേഷം നിങ്ങളെവിടെ നിന്ന് ഭാരതത്തിലേക്ക് പോയി സ്വാതന്ത്ര്യത്തിൻ്റെ തീജ്വാലയിലേക്ക് എടുത്തു ചാടാൻ പോവുകയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം എപ്പോഴാണ് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് സ്വാമി രാമതീർത്ഥൻ പറയുന്നു, ഭാരതത്തിൽ പട്ടിണി കിടന്ന് ചെറ്റൽക്കുടിയിൽ താമസിക്കുന്ന പറയനുണ്ട്. അവൻ്റെ ചെറ്റക്കുടിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലാൻ തയ്യാറാവുന്ന എപ്പോഴാണോ, അവൻ്റെ കീറപ്പായിൽ നിങ്ങളും കിടന്നുറങ്ങാൻ തയ്യാറാവുന്ന എപ്പോഴാണോ, അവൻ്റെ എച്ചിലിൽ നിങ്ങൾ പങ്കാളിയാകാൻ തയ്യാറാവുന്ന എപ്പോഴാണോ, അവൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ തയ്യാറാവുന്ന എപ്പോഴാണോ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ആ സമയത്താണ് ഭാരതത്തിൻ്റെ യഥാർത്ഥ സ്വാതന്ത്ര്യം. ആ കാലത്ത് പറഞ്ഞതാണ്. ഇന്നത് പ്രാവർത്തികമാക്കുന്നത് രാഷ്ട്രീയ സ്വയംസേവക സംഘവും അതിനോടൊപ്പമുള്ള പ്രസ്ഥാനങ്ങളുമാണെന്ന് പറയുന്നതിൽ ആ സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നമ്മൾക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്നതാണ്. സ്വാഭിമാനമുണ്ടാക്കി കൊടുക്കുന്നത് അങ്ങനെയാണ്. ഈ ആഘോഷം നടത്തുന്നതും എല്ലാം അതിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കൂ, ശ്രദ്ധിക്കൂ. നമ്മളും ഈ പാവപ്പെട്ട യാതന അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, വിദ്യാഭ്യാസമില്ലാത്ത ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചാൽ അതാകട്ടെ ഈ സംഘടനയോടും ഇന്ന് നടക്കുന്ന പരിപാടികളോടുമുള്ള നമ്മളുടെ വിധേയത്വം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. വന്ദേ മാതരം. നിധനത്തിൽ പുലരിക്കാറ്റിൻ കുളിനത്തിൽ എന്തേ എന്തേ കേൾക്കൂ പാവന മന്ത്രം പോലൊരു പുതുനാദം. അലമാലകളുടെ നിധനത്തിൽ പുലരിക്കാറ്റിൻ കുളിനത്തിൽ എന്തേ എന്തേ കേൾക്കൂ പാവന മന്ത്രം പോലൊരു പുതുനാദം. കയ്യിൽ തോക്കുകളില്ലമ്മേ, നെഞ്ചിൽ കവചവുമില്ലമ്മേ. കയ്യിൽ തോക്കുകളില്ലമ്മേ, നെഞ്ചിൽ കവചവുമില്ലമ്മേ. ഇല്ലെന്നാലും അമ്മേ നമ്മുടെ ഉള്ളിൽ ചേതനയുണ്ടല്ലോ. ഇല്ലെന്നാലും അമ്മേ നമ്മുടെ ഉള്ളിൽ ചേതനയുണ്ടല്ലോ. അലമാലകളുടെ നിധനത്തിൽ പുലരിക്കാറ്റിൻ കുളിനത്തിൽ എന്തേ എന്തേ കേൾക്കൂ ഭാവന മന്ത്രം പോലൊരു പുതുനാദം. ജനിച്ച നാടിനെ രക്ഷിക്കാൻ മരിച്ച ധീര ജവാന്മാരെ, ജനിച്ച നാടിനെ രക്ഷിക്കാൻ മരിച്ച ധീര ജവാന്മാരെ. വീരശിവാജികളല്ലോ നിങ്ങൾ ഭാരതനാടിനഭിമാനം. വീരശിവാജികളല്ലോ നിങ്ങൾ ഭാരതനാടിനഭിമാനം. അലമാലകളുടെ നിധനത്തിൽ പുലരിക്കാറ്റിൻ കുളിനത്തിൽ എന്തേ എന്തേ കേൾക്കൂ പാവന മന്ത്രം പോലൊരു പുതുനാദം. ഭാരത തന്ത്രി പ്രചാരക സഭ ദേശീയ ചെയർമാൻ ഡോക്ടർ MS ശ്രീ രാജകൃഷ്ണൻ കോശിപ്പിള്ള അദ്ദേഹത്തിന് പെട്ടെന്ന് പോകണം എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു മൊമെൻ്റ് കൊടുത്ത് ആദരിക്കാൻ
ക്ഷണിക്കുകയാണ്. പാലായിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ആയുർവേദ സ്ഥാപനമായ അശ്വനി ആയുർവേദിക്സ് ഉടമയുമാണ്. നിരവധി പുരസ്കാരങ്ങളും നേട്ടങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ട്. പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ആദരവോടെ ക്ഷണിക്കുന്നു. ശ്രീ സുധീർ കുമാർ വനവാസികൾക്ക് വേണ്ടി സ്വന്തം ജീവിതം ഉഴിഞ്ഞുവെച്ച വ്യക്തിത്വമാണ്. ആസാമിലും അരുണാചൽ പ്രദേശിലും സമൂഹത്തിലെ ഏറ്റവും താഴെക്കിടയിലുള്ളവർക്ക് വേണ്ടി തൻ്റെ യൗവനവും ജീവിതവും സമർപ്പിച്ച സുധീർ കുമാറിൻ്റെ ത്യാഗപൂർവമായ ജീവിതം തലമുറകൾക്ക് മാതൃകയാണ്. പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ആദരവോടെ ക്ഷണിക്കുന്നു. നൃത്തകല ST പ്രമുഖ പൊതുപ്രവർത്തകയും ഗാനരചയിതാവും ഡാൻസറുമാണ്. ശ്രീമത നൃത്തകല ലൈബ്രറി പ്രവർത്തനങ്ങളിലും ചാരിറ്റി പ്രവർത്തനങ്ങളിലും സജീവമാണ്. സൗത്ത് ഇന്ത്യൻ ഫിലിം അസോസിയേഷൻ മെമ്പറാണ്. പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ആദരവോടെ ക്ഷണിക്കുന്നു. രാധാകൃഷ്ണൻ ചേട്ടൻ എന്ന പേര് നെടുമങ്ങാടിന് ഒരു പതിറ്റാണ്ട് മുന്നേ സുപരിചിതമാണ്. ഹോസ്റ്റൽ പ്രസിഡന്റ് എന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും അത്യന്തം പ്രശംസനീയമാണ് നടപടികളാണ് രാധാകൃഷ്ണൻ ചേട്ടന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ആദരവോടെ ക്ഷണിക്കുന്നു. സുനിൽകുമാർ RS സബ് ഇൻസ്പെക്ടർ ആന്റി സബോട്ടേജ് വിംഗ്, ട്രിവാൻഡ്രം സിറ്റി. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ താൽപ്പര്യം. ശമ്പളത്തിൽ നിന്നും ചെറിയൊരു വിഹിതം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചിലവഴിക്കുന്നു. 10ഓളം വീൽചെയർ, 6 പേർക്ക് തയ്യൽ മെഷീൻ, കോവിഡ് കാലത്ത് കുട്ടികൾക്കായി 2 ടാബ്, 3 മൊബൈൽ ഫോൺ, പിന്നെ മരുന്നുകൾ, ഭക്ഷണ സാധനങ്ങൾ, അനാഥാലയങ്ങൾ, വസ്ത്രവിതരണം എന്നിവ സ്വന്തം പണം കൊണ്ട് ചെയ്തിട്ടുണ്ട്. പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ആദരവോടെ ക്ഷണിക്കുന്നു. ഡോക്ടർ C. അബ്ദുൽ സലാം കലാ, സാഹിത്യ, സാംസ്കാരിക, ബിസിനസ്, സാമൂഹ്യ കാരുണ്യ പ്രവർത്തകൻ, കണ്ണൂരിലെ സംഗമം ഗ്രൂപ്പ് ഡയറക്ടറാണ്. പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ആദരവോടെ ക്ഷണിക്കുന്നു. പുഷ്പ മങ്കട നിർഭയ വളണ്ടിയർ, മലപ്പുറം വനിതാ സെൽ യൂണിറ്റ് ഇൻചാർജ്, മങ്കട പോലീസ് സ്റ്റേഷൻ, സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തക, വോയിസ് ഓഫ് വേൾഡ് ഫൗണ്ടേഷൻ മലപ്പുറം കോർഡിനേറ്റർ, BP ഗ്ലോബൽ ചാരിറ്റി വിംഗ് എക്സിക്യൂട്ടീവ് മെമ്പർ, തണൽ റവന്യൂ ടവർ കൂട്ടായ്മ മലപ്പുറം ജില്ലാ സെക്രട്ടറി. പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ആദരവോടെ ക്ഷണിക്കുന്നു. ചിത്രലേഖ S സാമൂഹ്യ പ്രവർത്തകയും പ്രഭാഷകയുമാണ്. പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകയുമാണ്. പുരസ്കാരം സ്വീകരിക്കുന്നതിന് ആദരവോടെ ക്ഷണിക്കുന്നു.
ശിവപ്രസാദ് PS, സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകൻ, ഭിന്നശേഷിക്കാരുടെ സാമൂഹ്യ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്നു. പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ആദരവോടെ ക്ഷണിക്കുന്നു. സിന്ധു വിഷ്ണു 2021 മുതൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം എന്ന സംഘടനയുടെ തിരുവനന്തപുരം ജില്ലാ ഭാരവാഹിയായി സാമൂഹ്യ പ്രവർത്തനം നടത്തിവരുന്നു. പുരസ്കാരം സ്വീകരിക്കുന്നതിന് ആദരവോടെ ക്ഷണിക്കുന്നു. എസ് കലാറാണി വർഷങ്ങളായി കലാരംഗത്തും സിനിമാ രംഗത്തും പ്രവർത്തിക്കുന്നു. 25 വർഷം പൊതുജന സാമൂഹ്യ മാധ്യമങ്ങളിൽ സോഷ്യൽ വർക്കറായും ഫിലിം പ്രൊഡ്യൂസർ സൈഡിലും പ്രവർത്തിച്ചു വരുന്നു. തോട്ടയ്ക്കാട് ശശി മികച്ച പൊതുപ്രവർത്തകനും എഴുത്തുകാരനുമാണ്. 6ഓളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. 9 മഹാക്ഷേത്രങ്ങൾ അടങ്ങുന്ന ശ്രീപാദം ടെമ്പിൾ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ചെയർമാനാണ്. മികച്ച സഹകാരിയാണ്. എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന രക്ഷാധികാരിയാണ്. അദ്ദേഹത്തിന്റെ പ്രാഗ് ജ്യോതിഷഗുരുവും ടിബറ്റും എന്ന ഗ്രന്ഥത്തിന് 2023 മികച്ച പുരസ്കാരത്തിനുള്ള ONV സ്മാരക പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ആറ്റിങ്ങൽ പാർലമെന്റിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. നിരവധി തവണ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പുരസ്കാരം സ്വീകരിക്കുന്നതിന് ആദരവോടെ ക്ഷണിക്കും. കുമാരി ലീല അഗസ്ത്യ കുടീരം ബാലികാ സദനത്തിന്റെ എല്ലാമാണ് ലീല ചേച്ചി എന്നെല്ലാവരും സ്നേഹപൂർവ്വം വിളിക്കുന്ന ഹോസ്റ്റലിലെ കുമാരി ലീല മാതൃകാപരവും ത്യാഗപൂർണമായ സ്വജീവിതം കൊണ്ട് സമൂഹത്തിന് സാമൂഹ്യ പ്രതിബദ്ധതയുടെ സന്ദേശം നൽകി ലീല ചേച്ചിയെ പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ആദരവോടെ ക്ഷണിക്കുന്നു. അടുത്തതായി ഇവിടെ കലാപരിപാടികൾ അവതരിപ്പിച്ച കൊച്ചുമിടുക്കികൾക്കുള്ള പുരസ്കാര സമർപ്പണമാണ്. നാടൻ പാട്ട് അവതരിപ്പിച്ച സാൻഡ്ര ആൻഡ് ടീമിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദേശഭക്തി ഗാനം അവതരിപ്പിച്ച അനാമിക ആൻഡ് ടീം, അനുശ്രീ ആൻഡ് ടീം എന്നിവരെ പുരസ്കാരം സ്വീകരിക്കുന്നതിനാൽ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അനാമിക ആൻഡ് ടീം. അനുശ്രീ ആൻഡ് ടീം എന്നിവരെ പുരസ്കാരം സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
അടുത്തതായി സ്വാഗതഗാനം ആലപിച്ച മീനാക്ഷി നാരദി എന്നിവരെ പുരസ്കാരം സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടർ VS ജയകുമാർ തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചൽ പഞ്ചായത്തിലെ മലയോര ഗ്രാമമായ കോട്ടൂർ ഗീതാഞ്ജലി സോഷ്യൽ സെന്റർ ഡയറക്ടർ, ഉത്തരംകോട് ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപകൻ, കോട്ടൂർ ഗവൺമെന്റ് UP സ്കൂൾ PTA പ്രസിഡന്റ്, ഗ്രന്ഥശാല പ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു. അദ്ദേഹത്തെ പൊന്നാട അണിയിക്കാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പൊതുപ്രവർത്തകയായ ഗ്രേസി മാഡത്തിനെ പൊന്നാട അണിയിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി തോട്ടയ്ക്കാട് ശശി സാർ രചിച്ച ഗ്രന്ഥം നമ്മുടെ ഉദ്ഘാടകന് സമ്മാനിക്കുന്നു. റാണി ദുർഗാവതി അനുസ്മരണം ഡോക്ടർ ഹരീഷ് അധ്യാപകനാണ്. അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ മാന്യ വ്യക്തികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. റാണി ദുർഗാവതിയെ നമ്മൾ ഓർക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദിനം ആണ് ഇന്ന്. വിദേശ ശക്തികൾക്കെതിരെ സന്ധിയില്ലാതെ പോരാട്ടം നടത്തിയ വനവാസി വിഭാഗത്തിലെ നേതാക്കളെയും കൂടാതെ വിപ്ലവകാരികളെയും എന്തുകൊണ്ടോ സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞിട്ടും നമ്മുടെ ഭരണകൂടങ്ങൾ ഒരു കാലഘട്ടം വരെ അവഗണിച്ചു എന്നത് ഒരു ചിന്തിക്കേണ്ട ചോദ്യം തന്നെയാണ്. അഹിംസയിലൂടെയാണ് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന ഒരു നെറേറ്റീവ്, എന്നൊരു ഭാഷ്യം എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയാകണം വിപ്ലവകാരികളുടെ സേവനങ്ങളെ തമസ്കരിക്കാനും അവരിലേക്ക് ജനശ്രദ്ധ പോകരുത് എന്ന് ഭരണകൂടം ആഗ്രഹിക്കാൻ കാരണം എന്ന് തോന്നുന്നു. എന്ന് മാത്രമല്ല, വിപ്ലവകാരികളുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന സ്മാരകങ്ങളെ പോലും ഒരു കാലഘട്ടത്തിൽ ഭരണകൂടങ്ങൾ അവഗണിച്ചിരുന്നു എന്നത് ഒരു പച്ചയായ സത്യമാണ്. സാധാരണയായി നമ്മൾ പുസ്തകങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ കേൾക്കുന്ന ചില വാചകങ്ങളാണ് യുദ്ധ സമയം, സമാധാന കാലഘട്ടം എന്നൊക്കെ. റാണി ദുർഗാവതിയുടെ ജീവിതാനുഭവങ്ങൾ, അവർ നേരിട്ട സംഘർഷങ്ങളൊക്കെ പഠിക്കുന്ന അവസരത്തിൽ നമുക്കൊരു കാര്യം ഉറപ്പാക്കാൻ പറ്റും. അതായത് സമാധാന കാലഘട്ടം എന്നുള്ളത് ഒരു മിഥ്യ മാത്രമാണ്. നമ്മുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ രേഖപ്പെടുത്തിയ ചരിത്രത്തിൽ നല്ലൊരു ശതമാനവും യുദ്ധങ്ങളെക്കുറിച്ചും
സംഘർഷങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള അറിവാണ് നമുക്ക് നൽകുന്നത്. അത് മാത്രമല്ല, വേറെയും വിഷയങ്ങളുണ്ട്. എന്നാലും രാഷ്ട്രങ്ങളുടെ ഭാവി തീരുമാനിക്കാൻ പല യുദ്ധങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. മുൻപ് ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ റാണി ദുർഗാവതിയുടെ ഭരണസമയം ആ നാട്ടുരാജ്യം വലിയ സമൃദ്ധി അനുഭവിച്ച ഒരു കാലഘട്ടമായിരുന്നു. ഇതുതന്നെയാണ് വൈദേശിക ആക്രമണകാരികൾ ആ പ്രദേശത്തേക്ക് കടന്നു വരാനുണ്ടായ കാരണം. സാമ്പത്തികമായ ആധിപത്യം രാഷ്ട്രീയ ആധിപത്യത്തിലേക്ക് നയിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം ചരിത്ര പഠനത്തിലൂടെ നമുക്ക് ഏവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആധുനിക കാലഘട്ടം എന്ന് പറയുന്ന സമയത്തിന് മുൻപ് ദേശഭക്തി എന്നത് ഏതെങ്കിലും രാജാവിനോടോ രാജവംശത്തോടോ ഉള്ള ഒരു ഭക്തി മാത്രമായിരുന്നു എന്ന് ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണ് രാജാക്കന്മാരൊക്കെ പോരാടിയിരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മുടെ പുസ്തകങ്ങളിൽ വർഷങ്ങൾ മുൻപ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ എല്ലാ രാജാക്കന്മാരും ഒരുപോലെ ദേശഭക്തി മനസ്സിൽ കാത്തു സൂക്ഷിച്ച ആൾക്കാരായിരുന്നില്ല. ഇപ്പോൾ റാണി ദുർഗാവതിയുടെ ഉദാഹരണം നോക്കിയാൽ, റാണി ദുർഗാവതിയും അവരുടെ ഏക മകനും ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടി രക്തസാക്ഷികളായ ആളുകളാണ്. എന്നാൽ ആ ഒരു കാലഘട്ടത്തിന് ശേഷം മുഗൾ അധികാരികളോട് സന്ധി ചെയ്യാനും അവരുമായി ഒത്തുതീർപ്പ് നടത്താനും പിന്നീട് വന്ന അവരുടെ വംശത്തിലുള്ള മറ്റ് അധികാരികൾ, രാജാക്കന്മാർ താല്പര്യം കാണിച്ചിരുന്നു. അപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കാം, അതായത് എല്ലാ ഭരണാധികാരികളും ഒരുപോലെ പ്രകടിപ്പിച്ച വികാരമായിരുന്നില്ല ദേശഭക്തി. ഒരു തരത്തിൽ നമ്മുടെ ചില ചരിത്രകാരന്മാരാണ് നമ്മുടെ പൂർവ്വകാലങ്ങളിൽ വൈദേശിക ആധിപത്യത്തിനെതിരെ പോരാടിയവരെ നമ്മുടെ ഓർമ്മകളിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ അത് കൃത്യമായി പറഞ്ഞാൽ ദേശീയവാദികളായ ചരിത്രകാരന്മാർ ഇവർക്കൊക്കെ ഒരു അർഹിക്കുന്ന പ്രാധാന്യം കൊടുത്തിരുന്നു ഒരു ഇടക്കാലം വരെ. പക്ഷേ 60കളുടെ ഒടുവിൽ ഉണ്ടായ ഒരു ഇടതുപക്ഷ ചായ്വുള്ള ചരിത്ര രചനയാണ് ഇത്തരക്കാരെ നമ്മുടെ മുഖ്യധാര ചരിത്ര രചനാ പദ്ധതിയിൽ നിന്ന് തമസ്കരിക്കാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം. അതിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പുതിയ തമസ്കരിക്കപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മകളിൽ നിന്ന് മാറിപ്പോയ അറിവുകൾ, സംഭവങ്ങൾ, വ്യക്തികൾ, അവരുടെ സേവനങ്ങളൊക്കെ തിരിച്ച് നമ്മുടെ സിലബസുകളിലും പഠന പുസ്തകങ്ങളിലും ഒക്കെ മടക്കിക്കൊണ്ടുവരാനുള്ള ഒരു ആത്മാർത്ഥമായ ശ്രമം നടക്കുന്നുണ്ട് എന്ന കാര്യം നമുക്ക് ഏവർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. മുഗൾ സൈന്യത്തിനെതിരെ ആയിരുന്നു റാണി ദുർഗാവതിയും മകനും പ്രധാനമായും പോരാട്ടം നടത്തിയിരുന്നത്. സൈനിക തന്ത്രങ്ങളിൽ വലിയ അറിവുണ്ടായിരുന്നു റാണി ദുർഗാവതിക്ക്. അപ്പോൾ സമയം പാഴാക്കാതെ എത്രയും വേഗം ആക്രമണം നടത്തി മുഗൾ സൈന്യം പീരങ്കികളും വെടിക്കോപ്പുകളും കൊണ്ടുവരുന്നതിന് മുൻപ് തന്നെ അവരെ ഒന്നടങ്കം പരാജയപ്പെടുത്തി വിജയം വരിക്കണം എന്നായിരുന്നു റാണി ദുർഗാവതിയുടെ ഒരു ദൃഢമായ തീരുമാനം. എന്നാൽ അത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്താൻ റാണി ദുർഗാവതിയുടെ പടത്തലവാന്മാർ പലരും തയ്യാറായിരുന്നില്ല. രാത്രി സമയത്ത് യുദ്ധം നടത്തിയാണെങ്കിൽ കൂടി വിദേശ ശത്രുക്കളെ തുരത്തണം, അവരെ ഇല്ലായ്മ ചെയ്യണം എന്നായിരുന്നു റാണി തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇതിനോട് പല പ്രമുഖ പടത്തലവന്മാർ സഹകരിച്ചില്ല എന്ന കാര്യവും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്.
റാണിയുടെ ദീർഘവീക്ഷണമുള്ള തീരുമാനം അംഗീകരിക്കാത്തത് കൊണ്ട് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ മുഗൾ സൈന്യം പൂർവാധികം ശക്തി നേടി വെടിക്കോപ്പുകളും പീരങ്കികളുമായി യുദ്ധരംഗത്ത് വരുന്നു. അതോടുകൂടി ഇവരുടെ സൈന്യത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസരം ഉണ്ടായി. ഇതിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന പാഠം, ശരിയായ തീരുമാനങ്ങൾ ശരിയായ സമയത്ത് എടുക്കുകയും അത് നടപ്പിലാക്കപ്പെടുകയും ചെയ്തിരുന്നു എങ്കിൽ ഒരു പക്ഷേ മുഗൾ സൈന്യത്തെ വരെ പരാജയപ്പെടുത്താൻ റാണി ദുർഗാവതിയുടെ സൈന്യത്തിന് കഴിയുമായിരുന്നു. നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ പോലും, സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം പോലും നമുക്കറിയാം, ശത്രുക്കൾക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ കൃത്യമായ സമയത്ത് കൃത്യമായ തീരുമാനമെടുക്കാൻ വൈകിയത് കൊണ്ട് നമ്മൾ കനത്ത വില നമുക്ക് നൽകേണ്ടി വന്നിരുന്നു. 47-ൽ കാശ്മീരിൽ നുഴഞ്ഞു കയറിയ ശത്രുക്കളെ തുരത്താൻ വെറും 48 മണിക്കൂർ ആവശ്യപ്പെട്ട നമ്മുടെ സായുധ സേനാ തലവനായ കരിയപ്പ ആവശ്യപ്പെട്ടപ്പോൾ ആ ആവശ്യം സർക്കാർ നിരാകരിക്കുകയും പകരം ഏകപക്ഷീയമായ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയുമാണ് ചെയ്തത്. ആ തീരുമാനത്തിന് നമ്മൾ കനത്ത വില നൽകേണ്ടി വന്നു. ഇപ്പോഴും നമ്മൾ അതിൻ്റെ പോരായ്മകൾ, ആ തീരുമാനത്തിൻ്റെ പോരായ്മകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. 1950കളിൽ നേപ്പാളിലെ അന്നത്തെ ത്രിഭുവൻ മഹാരാജാവ് ഭാരതവുമായി ലയിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിരുന്നു. ആ അവസരം നമ്മൾ സ്വീകരിച്ചിരുന്നു എങ്കിൽ ടിബറ്റിന് ദുർഗതി ഉണ്ടാകില്ലായിരുന്നു. ചൈനയുടെ മേൽ പോലും നമുക്ക് ഒരു നിർണായക സ്വാധീനം ഒരു പക്ഷേ ലഭിക്കുമായിരുന്നു. പക്ഷേ നമ്മൾ ആ അവസരം പാഴാക്കി എന്നതും ഒരു ദുഃഖകരമായ സത്യമാണ്. അപ്പോൾ കാലഘട്ടത്തിൽ ഉണ്ടായ ചില തീരുമാനമെടുക്കുന്നതിൽ ഉണ്ടായ ചില പിഴവുകൾ നമ്മൾ ആധുനിക കാലഘട്ടത്തിലും ആവർത്തിച്ചു എന്നതും ഒരു സത്യം തന്നെയാണ്. ചരിത്രം ആവർത്തിക്കുന്നു എന്ന ഒരു കാര്യം ഇതിലൂടെ നമുക്ക് ഓർക്കാവുന്നതാണ്. സാധാരണ നമ്മുടെ ചരിത്രകാരന്മാർ അല്ലെങ്കിൽ ദേശീയവാദികൾ അഭിമാനം കൊള്ളുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം വിദേശ രാജ്യങ്ങളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല എന്ന ഒരു കാര്യം ഒരു മേന്മയായി നമ്മൾ സാധാരണ പറയാറുണ്ട്. അതൊരു പരിധി വരെ ശരി തന്നെയാണ്. പക്ഷേ നമ്മുടെ അതിർത്തിയിൽ മാത്രം നമുക്ക് ഒതുങ്ങി നിന്നാൽ മതി എന്ന ഒരു തീരുമാനമുള്ളത് കൊണ്ട് നമുക്കൊരിക്കലും നമ്മുടെ അതിർത്തികൾ വ്യാപിപ്പിക്കാനും പുതിയ പ്രദേശങ്ങൾ നമ്മുടെ കീഴിൽ കൊണ്ടുവരാനും കഴിയാതെ പോയിട്ടുണ്ട്. നമ്മുടെ ഗാന്ധിജിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഇറ്റലിയിലെ പഴയ നേതാവ് ബെനീറ്റോ മുസോളിനി. വട്ടമേശ സമ്മേളനത്തിന് ശേഷം ഗാന്ധിജി സന്ദർശിച്ച ഏക രാഷ്ട്രത്തലവൻ ബെനീറ്റോ മുസോളിനി ആയിരുന്നു. മുസോളിനിയുടെ ഒരു പ്രശസ്തമായൊരു വാചകമുണ്ട്: നേഷൻസ് വിച്ച് ഡു നോട്ട് എക്സ്പാൻഡ് കനോട്ട് സർവൈവ്. വലുതാകാത്ത രാഷ്ട്രങ്ങൾ നിലനിൽക്കത്തില്ല എന്ന്. അപ്പോൾ നമ്മൾ നമ്മുടെ അതിർത്തികൾ വലുതാക്കണം, പുതിയ പ്രദേശങ്ങൾ നമ്മുടെ കീഴിൽ കൊണ്ടുവരണം എന്ന ഒരു ബോധ്യം നമുക്കുണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ പഴയ ഭരണാധികാരികൾക്കൊരു ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഒരു ശത്രുവും നമ്മുടെ നേരെ നോക്കാൻ പോലും ധൈര്യപ്പെടുമായിരുന്നില്ല. ഇനി വിദേശ രാജ്യങ്ങളെ ഈ അവസരത്തിൽ പ്രസക്തമല്ലെങ്കിലും ഒന്ന് പറഞ്ഞുകൊട്ടെ, വിദേശ രാജ്യങ്ങളെ നമ്മൾ ആക്രമിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഭാഗികമായി ശരിയാണ്. എന്നാൽ അതിനൊരു മറുവശം കൂടിയുണ്ട്. നമ്മുടെ ചോള രാജാക്കന്മാർ ഇന്നത്തെ മലേഷ്യ, ഇന്തോനേഷ്യ ഉൾപ്പെടെ കിഴക്കൻ ഏഷ്യയിലെ പല പ്രദേശങ്ങളും ആക്രമിച്ച് കീഴടക്കി അവരുടെ സാമ്രാജ്യം വിപുലമാക്കിയിട്ടുണ്ട്. ആ ഒരു പാരമ്പര്യവും നമുക്കുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ക്ഷാത്ര പാരമ്പര്യം വർത്തമാന കാലഘട്ടത്തിൽ തുടരാൻ, അത് അനുകരിക്കാൻ ഒരു പരിധിവരെയെങ്കിലും ശ്രമിച്ചാൽ ഭാവി നമ്മുടേത് വളരെയധികം പ്രതീക്ഷകൾ നൽകുന്ന ഒന്നായിരിക്കും. മറിച്ച് നമ്മൾ പഴയ പുസ്തകങ്ങളിൽ വായിച്ചതുപോലെ അഹിംസ കാരണമാണ് നമുക്ക് ദേശീയ വിമോചനം ലഭിക്കാൻ കാരണമായത് എന്ന ആശയം നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുകയാണെങ്കിൽ അത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭാവിക്ക് ഒരിക്കലും നല്ലതായിരിക്കത്തില്ല.
റാണി ദുർഗാവതി അല്ലെങ്കിൽ ആ പുണ്യാത്മാവിനെ പോലുള്ള മഹത് വ്യക്തികളുടെ സേവനങ്ങൾ, ത്യാഗങ്ങൾ ഒക്കെ അറിയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ രാഷ്ട്രം സംഘർഷങ്ങളെ, വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടാണ് ഇരുന്നത്. എന്നാൽ അതിനെ എങ്ങനെ നേരിടണം എന്നതിനുള്ള ഒരു ഉദാഹരണം, ഒരു മാതൃകയാണ് ഇവരൊക്കെ നമ്മുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ സാഹചര്യങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാം, അല്ലെങ്കിൽ പരാജയം ആദ്യമേ സമ്മതിച്ച് അതുമായിട്ടങ്ങ് പൊരുത്തപ്പെട്ട് കഴിയാം. ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന ഉദാഹരണമാണ് റാണി ദുർഗാവതി കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ആ മാതൃകയായിരിക്കണം ഭാവി തലമുറയെ നയിക്കേണ്ടത്. ധീര ദേശാഭിമാനികളെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിവരാത്ത കാര്യങ്ങൾ ധാരാളമുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൽ എങ്ങനെയാണ് അവരുടെ ജീവിതം നമുക്ക് കൈമുതലാക്കാൻ പറ്റുന്നത്, അവരുടെ ജീവിത അനുഭവത്തിലൂടെ നേടിയ അറിവുകൾ നമുക്കെങ്ങനെയാണ് ഭാവിയിൽ നമ്മുടെ രാഷ്ട്രത്തെ മെച്ചപ്പെടുത്താൻ കഴിയുക എന്നുള്ള കാര്യങ്ങൾ ഏവരും ചിന്തിക്കേണ്ടതാണ്. ചരിത്ര പഠനത്തിലൂടെ നമ്മൾ നേടുന്ന ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതാനുഭവങ്ങൾ മാത്രമല്ല, പോയ തലമുറയിൽപ്പെട്ട ആൾക്കാരുടെ ജീവിതാനുഭവങ്ങളും നമുക്ക് നമ്മുടെ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ റാണി ദുർഗാവതിയുടെ അതുപോലുള്ള ധീര ദേശാഭിമാനികളുടെ ജീവിതത്തിൽ നിന്ന്, അവരുടെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ നേടുന്ന അറിവ് ഭാവിയിൽ നമ്മുടെ രാഷ്ട്രത്തിന് ഗുണകരമാകും എന്ന് നമ്മൾ ഏവരും പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇവിടെ വെച്ച് നിർത്താൻ ഉദ്ദേശിക്കുന്നു. എനിക്ക് ഈ അവസരം നൽകിയ എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ സി രാധാകൃഷ്ണൻ അവർ, ഉദ്ഘാടനം നടത്തിയ ശ്രീ എസ് ഗോപിനാഥൻ അവർ, ശ്രീ തോട്ടേക്കാട് ശശി അവർ, ശ്രീ എം ഗോപാൽജി, റാണി ദുർഗാവതി അനുസ്മരണം നടത്തിയ ഡോക്ടർ ഹരികൃഷ്ണൻ അവർ, ശ്രീ സുധീർ കുമാർ അവർ, അതുപോലെ സ്വാഗതം ആശംസിച്ച ശ്രീ ദേവകുമാർ അവർ, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന കുഞ്ഞനുജത്തിമാരെ, അനുജന്മാരെ, സ്നേഹനദികളായ ദേശസ്നേഹികളെ, വിനീത നമസ്കാരം. കൃത്യസമയത്ത് പരിപാടി ആരംഭിക്കുകയും കൃത്യസമയം പുലർത്തുകയും ചെയ്യുന്നുണ്ട്. കൃത്യം 7 മണിക്ക് തന്നെ ഇത് അവസാനിക്കും. അതുവരെ മുഴുവൻ ആൾക്കാരും ഈ യോഗത്തിൽ തന്നെ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചുളയിലേക്ക് ആയിരക്കണക്കിന് ധീര ദേശാഭിമാനികളായ വന സഹോദരന്മാരെ, ഭാരതമാതാവിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ രണഭൂമിയിൽ പോരാട്ടം നടത്തുവാൻ ഭാരതത്തിൻ്റെ വനവാസി മേഖലയിലെ ഒരു സഹോദരനെ ഒരിക്കലും ഭാരതത്തിന് മറക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ പേരാണ് ബിർസ മുണ്ട. ഒരു കാലത്ത് 19-ാം നൂറ്റാണ്ടിൽ
ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത് ബംഗാൾ പ്രസിഡൻസിയുടെ ഭാഗമായി നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. നിങ്ങളോടാണ് ചോദ്യം ചോദിക്കാൻ പോകുന്നത്. റോസ് കളർ ഡ്രസ്സ് ഇട്ടിരിക്കുന്ന ആൾക്കാരോട് ചോദ്യം ചോദിക്കും, ശ്രദ്ധിച്ചിരിക്കണം. ബംഗാൾ പ്രസിഡൻസിയുടെ ഭാഗമായിട്ടുള്ള ഈ പ്രദേശത്ത് വനവാസി മേഖലയിൽ ബ്രിട്ടീഷ് ആധിപത്യം, ബ്രിട്ടീഷുകാർ കടന്നുകയറി. വനത്തിനുള്ളിൽ ബ്രിട്ടീഷുകാർ കടന്നുകയറി ആടിയും പാടിയും വനവിഭവങ്ങൾ കൊണ്ട് മാത്രം തൃപ്തിപ്പെട്ടും ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിലേക്ക് അസ്വസ്ഥത സൃഷ്ടിച്ചുകൊണ്ട് വനവാസി സഹോദരന്മാരെ ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് ഈ വനമേഖലയിലേക്ക് ബ്രിട്ടീഷുകാർ കടന്നു ചെല്ലുകയും അവരെ നിരന്തരമായ ശാരീരികമായ പീഡനങ്ങൾക്ക് ഇരയാക്കുകയും അവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടി എന്ന് വച്ചാൽ പിടിച്ചെടുത്ത് വളരെ സന്തോഷകരമായി ജീവിച്ചിരുന്ന ബിർസ സമുദായം ഉൾപ്പെടെയുള്ള വനവാസി മേഖലയിലെ സഹോദരന്മാരുടെ കുടുംബങ്ങളിലേക്ക് കടന്നുകയറി അവരുടെ സ്വത്ത് പിടിച്ചെടുത്ത് ഒരു പ്രത്യേക വിഭാഗക്കാർക്ക്, ഭൂരഹിതർ, അവരെ ആക്കി തീർത്തു. ഭൂ ഉടമകളായി നിന്ന വനവാസി കുടുംബങ്ങളെ ഭൂരഹിതരാക്കി വനപ്രദേശത്തേക്ക് പുറത്തുനിന്ന് ആൾക്കാരെ കയറ്റി കൊണ്ടുപോയി അവരിലേക്ക് ഈ ഭൂ ഉടമകളായിരുന്ന വനവാസി സഹോദരന്മാരുടെ ഭൂസ്വത്തിനെ ഇവരുടെ പേരിലേക്ക് പട്ടയം പതിപ്പിച്ചു കൊടുക്കുന്ന സാഹചര്യം 19-ാം നൂറ്റാണ്ടിലുണ്ടായി എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് സാമ്പത്തികമായി തകർന്നിരുന്ന, ആത്മവിശ്വാസം നശിച്ചിരുന്ന ആ ജനതയെ ഒരു അന്യതാബോധമുണ്ടാക്കുവാൻ സാംസ്കാരികമായി അവരെ തകർക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മതപരിവർത്തനത്തിന് വിധേയമാക്കി എന്നതാണ് ഏറ്റവും വലിയ ഒരു സംഭവം. 19-ാം നൂറ്റാണ്ടിൽ ഭാരതത്തിൽ മുഴുവൻ പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള മതപരിവർത്തനം ആസൂത്രിതമായി വനമേഖലയിലും പൊതുസമൂഹത്തിലെ സാധാരണക്കാരൻ്റെ ജീവിതത്തിലും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ കാടിൻ്റെ മക്കൾക്ക്, നിർമ്മലമായ മനസ്സിൻ്റെ ഉടമകൾക്ക് അവരുടെ സ്വത്ത് പിടിച്ചെടുത്ത് തകർന്നു നിന്ന് അവരെ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എല്ലാവരും ക്രിസ്ത്യൻ മതം സ്വീകരിക്കണം എന്ന അവസ്ഥ അവിടെ ഉണ്ടായി. ഈ സമയത്താണ് ബിർസ സമുദായത്തിലെ ബിർസ മുണ്ട എന്ന് പറയുന്ന ഒരു കുട്ടി ജനിക്കുന്നത്. ആടിനെ മേച്ചും പുല്ലാങ്കുഴലൂതിയും വളരെ സന്തോഷകരമായി തുടങ്ങിയ ബാല്യം. ആ ബിർസ മുണ്ട അറിയാതെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബവും നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാകേണ്ടി വന്നു എന്നതാണ് വസ്തുത. അങ്ങനെ ബിർസ മുണ്ടയുടെ കുടുംബവും ക്രിസ്തീയ മതപരിവർത്തനത്തിന് വിധേയമായി. അദ്ദേഹം ജീവിച്ച മുഴുവൻ വനത്തിലെ ചുറ്റുപാടിലുള്ള മുഴുവൻ കുടുംബവും നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമായി. സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ബിർസ മുണ്ടയുടെ പേര് മാറി, ബിർസ ഡേവിഡ്. ബിർസ മുണ്ട എന്ന് ഇന്നലെ വരെ വിളിച്ച ബിർസയ്ക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് പേര് മാറ്റി ബിർസ മുണ്ട എന്ന് പറയുന്നതിന് പകരം ബിർസ ഡേവിഡ് എന്ന നിലക്ക് ജർമ്മൻ സ്കൂൾ അവിടുത്തെ വിദ്യാർത്ഥിയായിട്ട് വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വന്നു. പക്ഷെ ആ ജനത അപ്പോഴും നിരന്തരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്നതാണ് വസ്തുത. ആ ജനത മാനസികമായി തകർന്നു എന്നതിനപ്പുറത്തേക്ക് നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമായി വഴങ്ങിക്കൊടുത്തു എന്നതിനപ്പുറത്തേക്ക് അവർക്ക് അവിടെ ഒരു തൊഴിൽ നൽകി.
ആ തൊഴിലിന് പര്യാപ്തമായ രീതിയിൽ വേതനം ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. തൻ്റെ കുട്ടികളെ പഠിപ്പിക്കുവാൻ വേണ്ടി, തൻ്റെ നിത്യജീവിതത്തിൽ ആ കുടുംബം പുലർത്താൻ പര്യാപ്തമായിട്ടുള്ള സാമ്പത്തിക വേതനം, ശമ്പളം കൊടുക്കാതെ അവരെ അവിടെ നിന്നും പലായനം ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടത്തി. രാവ് മുതൽ അന്തിയോളം പണിയെടുത്തിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും തികയാത്ത വിധത്തിൽ വേതനം നൽകുന്ന ഒരു സാഹചര്യം. ഇതിനോടൊപ്പം ശാരീരികമായിട്ടുള്ള കൊടിയ മർദ്ദനങ്ങൾക്ക് ഇരയാകേണ്ട സാഹചര്യം. ഇത്തരത്തിൽ വളരെ സങ്കല്പിച്ചു നോക്കാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യം ഈ വനവാസി സഹോദരന്മാർക്ക് അക്കാലത്തുണ്ടായി. പക്ഷെ വീണ്ടും വിസ വളർന്നു വലുതായ സമയത്ത് അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞത് അടിച്ചമർത്തലാണ് ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കലാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നിർബന്ധിത മതപരിവർത്തനം ഇവിടെ നടമാടുന്നത്. ഒരു കൗമാരത്തിലേക്ക് എത്തിയ സമയത്ത് തന്നെ ബിർസയ്ക്ക് മനസ്സിലായി, ഇത് ഒറ്റയ്ക്ക് ചിന്തിക്കേണ്ടതല്ല, ഒറ്റയ്ക്ക് പ്രതികരിക്കേണ്ടതല്ല. ഈ പ്രതികാരവും പ്രതിഷേധവും പ്രചരണവും ഇത് മൂന്നും ഒരു സംഘടിതമായി ഈ സമൂഹത്തെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തേണ്ടതാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നും കുറച്ചധികം ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ബ്രിട്ടീഷ് സമീപനത്തിനെതിരെ, സ്വേച്ഛാധിപത്യത്തിനെതിരെ പോരാടുവാൻ തുടങ്ങി. ഇതിനിവർ ചെയ്ത ആദ്യത്തെ പണി, ബ്രിട്ടീഷുകാർ ചെയ്തത്, ഇന്ന് നമുക്ക് സെമീന്ദാരിമാർ അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റുകളിൽ നടത്തുന്ന ഒരു സംവിധാനമുണ്ട്. അതായത് ജന്മി ഉടയാന്മാർ എന്ന് പറയുന്ന രീതിയിലുള്ള സമീപനമായിരുന്നു അവർ സ്വീകരിച്ചത്. അങ്ങനെ ഈ ജന്മിമാർ, സെമീന്ദാരിമാർക്കെതിരെയുള്ള പോരാട്ടം നടത്തണമെന്ന് തീരുമാനിക്കുകയും ബിർസ മുണ്ടെ നൂറുകണക്കിന് ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാട്ടം നടത്താൻ തീരുമാനിച്ചു. ആദ്യ സമയത്ത് ഇതിനെയെല്ലാം തൃണവൽക്കരിച്ചു കൊണ്ടിരുന്ന ബ്രിട്ടീഷുകാർക്ക് പിന്നീട് മനസ്സിലായി ഇത് വളരെ ഗൗരവകരമായ ഒരു പ്രതിഷേധമാണ് സംഘടിപ്പിക്കുന്നത് എന്ന്. ആദ്യ സമയത്ത് കുട്ടിക്കളിയാണെന്ന് മാത്രം എഴുതി തള്ളിയ ബിർസ മുണ്ടയുടെ നേതൃത്വത്തിലുള്ള പോരാട്ടം പിന്നീട് തിരിച്ചറിഞ്ഞു, ഇത് കുട്ടികളിയല്ല, മറിച്ച് ഇത് സംഘടിതമായ ഒരു മുന്നേറ്റത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എന്ന്. 14, 15, 16 വയസ്സുള്ള കുട്ടികൾ ബിർസയുടെ സംഘത്തിൽ അണിനിരക്കാൻ തുടങ്ങി. ആ സംഘം അതിശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ ചെറുതും വലുതുമായ രീതിയിൽ അവർക്ക് സാധിക്കുന്ന രീതിയിൽ നടത്താൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവർ പിടിച്ചെടുത്ത ഭൂമികൾ തിരിച്ച് സ്വയം ഇവരുടെ ഭാഗത്തേക്ക്, വനവാസി സഹോദരന്മാരുടെ കയ്യിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, കയ്യൂക്കാണെങ്കിൽ കയ്യൂക്ക് ഉപയോഗിച്ചു തന്നെ ഞങ്ങൾ നേടും എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ആസൂത്രിതമായിട്ട് ഒരു വലിയൊരു പോരാട്ടം നടത്താൻ വേണ്ടിയിട്ട് സാധിച്ചു. അതായത് ബസുവ മസ്ദൂരി അല്ലെങ്കിൽ നിർബന്ധിത തൊഴിൽ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വലിയ അടിച്ചമർത്തൽ സമീപനമായിരുന്നു. അതിനവിടെ ബസുവ മസ്ദൂരി എന്നാണ് വിളിച്ചിരുന്നത്. അതായത് നിർബന്ധിതമായി എല്ലാവരും തൊഴിലിടങ്ങളിൽ പോകണം, തൊഴിലിടങ്ങളിൽ പണിയെടുക്കണം. അത് മുതിർന്നവർ മാത്രമല്ല, 6 വയസ്സിന് ശേഷമുള്ള കുട്ടികൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ നിർബന്ധിതമായി പണിയെടുക്കണം. പക്ഷെ വേതനം നൽകുന്നതോ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം. ഉദാഹരണത്തിന് ബാലവേല ചെയ്യുമ്പോൾ വേതനമില്ലാതെ ബാലവേല ചെയ്യുകയും 18 വയസ്സ് കഴിഞ്ഞവർ ജോലി ചെയ്യുമ്പോൾ അവർക്ക് പര്യാപ്തമായതോ തത്തുല്യമായതോ ആയിട്ടുള്ള വേതനം ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്നാണ് ഉൽ ഗുലാൻ അഥവാ ദി ഗ്രേറ്റ് ടമാൾട്ട് മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന ഒരു വലിയ കലാപം മുണ്ടയുടെ നേതൃത്വത്തിൽ അവിടെ സംഘടിപ്പിച്ചത്. അതിനെ പിൽക്കാലത്ത് മുണ്ടാ കലാപം അല്ലെങ്കിൽ മുണ്ടാ പ്രക്ഷോഭം എന്ന നിലയ്ക്ക് അറിയപ്പെട്ടു. ഇത് ഭൂമി കയ്യേറ്റത്തിനും ഇത്തരത്തിലുള്ള നിർബന്ധിത തൊഴിലിനെതിരെയും അതുപോലെ നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെയും ഉള്ള ആസൂത്രിതമായി നടത്തിയ വലിയൊരു പോരാട്ടമായിരുന്നു. ഈ പോരാട്ടം
ആ സമൂഹത്തിന് വലിയൊരു ആത്മവിശ്വാസം ലഭിച്ചു എന്ന് വേണം പറയാൻ. കാരണം അപ്പോഴും മാറി നിന്ന ഒരു ചെറിയ വിഭാഗമുണ്ട്. ഏതൊരു കാര്യത്തിലും മുഴുവൻ ആൾക്കാരുടെയും പങ്കാളിത്തം ഉണ്ടാവില്ല. പക്ഷെ ഈ ഒരു മുന്നേറ്റം, മുണ്ടാ പ്രക്ഷോഭം നടക്കുന്നത് വരെ ഒരു വിഭാഗം മാറി നിന്നിരുന്നു. ദിക്കൂസ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. 1894 നടന്ന ഈ പോരാട്ടത്തിൽ ദിക്കൂസ് എന്നറിയപ്പെടുന്ന ഈ മുണ്ടാ സമുദായത്തിലെ തന്നെ ഒരു ഗോത്ര വിഭാഗം അവരുകൂടി സംഘടിച്ചുകൊണ്ട് ഈ പോരാട്ടത്തിന് നേതൃത്വം നൽകി. 1895 ആയപ്പോൾ സ്വതന്ത്ര മുണ്ടാ സ്വരാജ് എന്ന നിലക്ക് അവർ ഒരു പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനം ബ്രിട്ടീഷുകാരുടെ കണ്ണു തുറപ്പിച്ചു. കാരണം സംഘടിതമായിട്ടുള്ള പോരാട്ടത്തിനപ്പുറത്തേക്ക് വലിയൊരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് സംഘടിക്കുവാൻ ഈ സമുദായം തയ്യാറായി എന്ന നിലക്ക്. അതിനെ തുടർന്ന് തന്നെ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മതപരിവർത്തനം നടക്കുന്നു. ഇതിന് ഒത്തേശ നൽകുവാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനുകൾ നിലനിൽക്കുന്നു. ഇതിന് നേതൃത്വം നൽകുന്നത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനമാണ് എന്നുള്ളത് അറിയാമെന്നുള്ളത് കൊണ്ട് ഈ 3 കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പള്ളികൾ, പോലീസ് സ്റ്റേഷനുകൾ, അതുപോലെ ബ്രിട്ടീഷുകാരുടെ ഓഫീസുകൾ, അവരുടെ കൊടി നിലനിർത്തിയിരിക്കുന്ന സ്ഥലങ്ങൾ, അതുപോലെ ഡിക്കസെൻറ്റുകൾ, ഈ പ്രദേശം 3-4 സ്ഥലങ്ങളെ ടാർഗറ്റ് ചെയ്ത് ഇതിനെ മുഴുവൻ നശിപ്പിക്കാൻ, ഒരു രാത്രി കൊണ്ട് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമം ബിഷയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഒരൊറ്റ രാത്രി കൊണ്ട് അവിടെയുള്ള പോലീസ് സ്റ്റേഷനും ബ്രിട്ടീഷുകാരുടെ കൊടികൾ, ബ്രിട്ടീഷുകാരുടെ കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന സ്ഥലത്ത് പൂർണ്ണമായ നാശമല്ലെങ്കിലും ഒരു പരിധി വരെ നാശമുണ്ടാക്കുവാൻ ആർക്ക് സാധിച്ചു? ബിഷയുടെ സംഘടിതമായ മുന്നേറ്റത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അത് ആ സമുദായത്തിന് വല്ലാത്ത ആത്മവീര്യം ലഭിച്ചു, വല്ലാത്തൊരു ആത്മധൈര്യം ലഭിച്ചു. ഇനിയും നമുക്ക് ശക്തമായിട്ടുള്ള സംഘടിതമായിട്ടുള്ള പ്രവർത്തനം നടത്താൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം ആ സമൂഹത്തിന് ലഭിക്കുന്ന രാത്രിയായിരുന്നു അന്ന് രാത്രി നടന്ന പോലീസ് സ്റ്റേഷനും പള്ളിയും അതുപോലെ ബ്രിട്ടീഷ് ഓഫീസുകളും നേതൃത്വത്തിൽ നടത്തിയ പോരാട്ടം. ആ പോരാട്ടം കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ബിഷ പ്രഖ്യാപിച്ചു, മഹാറാണി ഭരണം തുലയട്ടെ, നമ്മുടെ രാജ്യം വാഴട്ടെ എന്ന വലിയൊരു മുദ്രാവാക്യം ബിഷ മുന്നോട്ട് വെച്ചു. അവരുടെ ഏത് സമര പരിപാടികൾ ആരംഭിക്കുന്നതിന് മുമ്പും മഹാറാണി ഭരണം തുലയട്ടെ, നമ്മുടെ രാജ്യം വാഴട്ടെ എന്ന ഉദ്ഘോഷം മുഴക്കിക്കൊണ്ട് തുടങ്ങുകയും അതേ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിൽ സംഘടിതമായിട്ടുള്ളൊരു മനോഭാവം ആ ജനതയ്ക്ക് നൽകിയത് കൊണ്ട് ആ സമൂഹം ഇദ്ദേഹത്തെ ധർത്തി ആബ് എന്ന് വിളിച്ചു. ഭൂമിയുടെ പിതാവ് എന്ന് സ്നേഹത്തോടെ മിർസാ മുണ്ടയെ ആ സമൂഹം വിളിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വലിയൊരു ഭൗതികമായ നേതാവിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വലിയൊരു ആധ്യാത്മികമായിട്ടുള്ള നേതൃത്വത്തിൻ്റെ നേതാവ് ഉടലെടുക്കുന്ന നിമിഷമായിരുന്നു അത്. അതിനുശേഷം നടന്ന പോരാട്ടങ്ങളെല്ലാം ഐതിഹാസികമായ പോരാട്ടമായി ചരിത്രം എഴുതപ്പെട്ടിട്ടുണ്ട്. 1895 ഓഗസ്റ്റ് 1-ാം തീയതി സുഗുണ മുണ്ട എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛനെ ഉൾപ്പെടെ ബ്രിട്ടീഷുകാർ വളരെ ആസൂത്രിതമായി പതിയിരുന്ന് ഒരു രാത്രിയിൽ ആ ഗ്രാമത്തിൻ്റെ ഗ്രാമത്തലവനെ ഉൾപ്പെടെ ബ്രിട്ടീഷുകാർ പിടിച്ച് അറസ്റ്റിലാക്കി. അതിനുശേഷം 1897 2 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം സുഗുണ മുണ്ട എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛനും അന്ന് പിടിക്കപ്പെട്ട ഗ്രാമത്തലവനും ബിർസാ മുണ്ടയും ജയിൽ വിമോചിതനായി. പക്ഷെ ആ 2 വർഷം ജയിലിൽ കിടന്നുകൊണ്ട് തങ്ങളിനി ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം എന്ത് പ്രവർത്തനമാണ് നടത്തേണ്ടത് എന്ന് ഓരോ ദിവസത്തെയും ആസൂത്രണം കൃത്യമായും സമഗ്രമായും നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ രൂപീകരിക്കുകയായിരുന്നു. 1897 ജയിൽ വിമോചിതനായ സംഘം ബ്രിട്ടീഷുകാർക്കെതിരെ വലിയൊരു ആസൂത്രണം നടത്തി. 1899 2 വർഷം കഴിഞ്ഞതിന് ശേഷം ഡിസംബർ മാസം 25-ാം തീയതി, അതായത് ക്രിസ്മസ് ദിനത്തിന് ബ്രിട്ടീഷുകാരുടെ ഇടത്താവളങ്ങളെല്ലാം ഒരു രാത്രി കൊണ്ട് തന്നെ അടിച്ചു തകർത്ത് തീയിട്ട് ചാമ്പലാക്കി. 100 കണക്കിന് ബ്രിട്ടീഷുകാരെ ആക്രമിച്ച് തോൽപ്പിച്ച്
ഒരു പരിധി വരെ വിജയിച്ചു എന്ന അവകാശവാദം ഉന്നയിക്കാമെങ്കിലും ബ്രിട്ടീഷ് പീരങ്കിപ്പടയും അതുപോലെ ആയുധങ്ങളും പുതിയ നവീകരിച്ച ആയുധങ്ങളുടെ എല്ലാം ശക്തി കൊണ്ട് പൂർണ്ണമായ വിജയം കൈവരിക്കാൻ സാധിച്ചില്ലെങ്കിലും പക്ഷേ അതുവരെ ആ പ്രദേശത്ത് നടത്ത ഏറ്റവും വലിയ ഒരു പോരാട്ടമായിരുന്നു 1897 നടന്ന ഈ പോരാട്ടം. 1800കളിൽ കേരളത്തിലെ ഗൊറില്ല യുദ്ധങ്ങൾക്ക് സമാനമായ ഒളിപ്പോരുകൾ നടത്താൻ ബിർസയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ്. വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത ഒളിപ്പോര് 100% വിജയിക്കുകയും ചെയ്തു. പക്ഷേ ബ്രിട്ടീഷുകാരുടെ അംഗബലം കൊണ്ടും ആയുധബലം കൊണ്ടും ബ്രിട്ടീഷുകാർ കൂടുതൽ ശക്തരായിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതിൻ്റെ പേരിൽ പരാജയപ്പെട്ടു എങ്കിലും മാനസികമായി വിജയം കൈവരിച്ചു എന്നത് ബിർസ മുണ്ടയ്ക്കും അവരോടൊപ്പം ഉള്ളവർക്കും അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചു. 1900-ൽ ബ്രിട്ടീഷ് വലിയൊരു വൻ സന്നാഹത്തോടുകൂടി ബിർസ മുണ്ടയുടെ ഗ്രാമം വളയുകയും ആ ഗ്രാമത്തിലെ മുഴുവൻ ആൾക്കാരെയും അവരുടെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. പക്ഷേ സിംഗ്ഭൂം കാടുകളിലേക്ക് ആ ഒറ്റ രാത്രി കൊണ്ട് വനങ്ങളെല്ലാം സുപരിചിതനായിരുന്ന ബിർസ ഓടി രക്ഷപ്പെട്ടെങ്കിലും ചക്രധാർപൂർ വനത്തിൽ വെച്ച് അദ്ദേഹം പിടിയിലാവുകയും പിന്നെ ദീർഘകാലം അദ്ദേഹം ജയിൽവാസം അനുഷ്ഠിക്കുകയും ശ്രീധർജി സൂചിപ്പിച്ച മാതിരി അദ്ദേഹത്തിൻ്റെ മരണം ഇപ്പോഴും ദുരൂഹത നിറഞ്ഞതാണ്. ആ ജയിലിൽ അദ്ദേഹം എങ്ങനെ മരിച്ചു എന്നുള്ളത് വളരെ ദുരൂഹത നിറഞ്ഞ ഒരു വസ്തുതയാണ്. പക്ഷേ ഒന്നുണ്ട്, തൻ്റെ ജീവിതത്തിൻ്റെ ബാല്യവും കൗമാരവും യൗവനവുമെല്ലാം ഭാരതമാതാവിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വനത്തെ മാത്രം അറിയാവുന്നൊരു സമൂഹത്തിലെ ജനതയെ സംഘടിപ്പിച്ചുകൊണ്ട് 150 വർഷം കഴിയുമ്പോഴും ഇന്നും നമ്മൾ ഈ ശീതീകരിച്ച മുറിയിലിരുന്നു കൊണ്ട് 25 വയസ്സു മാത്രം ജീവിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു എങ്കിൽ തൻ്റെ ബാല്യവും കൗമാരവും യൗവനവും എല്ലാം ഭാരത സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഭാരതമാതാവിൻ്റെ പാതാരവിന്ദങ്ങളിൽ തുളസിമലരായി സമർപ്പിക്കപ്പെട്ട ആ മഹാനുഭവന്റെ ജീവിതം സ്വാതന്ത്ര്യദാഹത്തിനു വേണ്ടി വിതമ്പിയിരുന്നു. ആ സ്വാതന്ത്ര്യദാഹത്തിനു വേണ്ടി ജീവിതവും സമർപ്പിച്ചു എന്നതിൻ്റെ ഉദാഹരണമാണ്. ബിർസ മുണ്ട മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഭാരതത്തിൽ. നേരത്തെ ശ്രീധർജി സൂചിപ്പിച്ചു, ഇന്ന് ഭാരതത്തിൻ്റെ പാർലമെന്റിൽ ഒരു വനവാസി പോരാളിയുടെ ഛായാചിത്രമുണ്ടെങ്കിൽ അത് ബിർസ മുണ്ടയുടെയാണ്. സ്വാഭിമാനത്തിൻ്റെ പ്രതീകമാണ് ബിർസ മുണ്ട. ഇത് നമ്മൾ കേൾക്കുക മാത്രമല്ല, പഠിക്കുക മാത്രമല്ല, പ്രചരിപ്പിക്കാൻ, അതിൽ നിന്നും ആത്മവിശ്വാസവും ആത്മബോധവും ആത്മസ്ഥൈര്യവും ആർജിക്കാൻ ഒരു സമൂഹത്തെ വാർത്തെടുക്കാനുള്ള ഉത്തരവാദിത്വം കൂടി നമ്മളിലുണ്ട് എന്നത് മറക്കരുത്. അതുപോലെ തന്നെ കേരളത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഒരാളാണ് സ്വാതന്ത്ര്യ സമര തീച്ചൂളയിലേക്ക് ഇതുപോലെ കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും ആയിരക്കണക്കിന് ആൾക്കാരെ സംഘടിപ്പിച്ച ചന്തു. തലക്കര ചന്തു എന്നും തലക്കൽ ചന്തു എന്നും വിശേഷിപ്പിച്ച ഒരു സ്വാതന്ത്ര്യ സമര സേനാനി. ലോകചരിത്രത്തിൽ ആദ്യമായി ഗറില്ല യുദ്ധം നടത്തി ഒളിപ്പോരാളി ആര് എന്ന് ചോദിച്ചാൽ അത് തലക്കൽ ചന്തു അല്ലെങ്കിൽ തലക്കര ചന്തുവാണ് എന്ന് നിസ്സംശയം പറയാം. 1985 ആണ് കേരളത്തിൽ ഭാരതത്തിൽ ആസൂത്രിതമായ സ്വാതന്ത്ര്യ സമരം നടന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പക്ഷേ 1885 നടന്ന സ്വാതന്ത്ര്യ സമരത്തിനപ്പുറത്തേക്ക് കേരളത്തിൻ്റെ ചരിത്രത്തിൽ, ഭാരത ചരിത്രത്തിൽ സംഘടിതമായി ആസൂത്രിതമായി നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തതാര് എന്ന് ചോദിച്ചാൽ അതിനും ഒരൊറ്റ ഉത്തരം മാത്രമാണ്, അതാണ് തലക്കര ചന്തു. ആ തലക്കര ചന്തുവിൻ്റെ ജീവിതം മുഴുവൻ ബിർസ മുണ്ടയെ കുറിച്ച് ചിന്തിച്ചതുപോലെ, കുറിച്ച് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ചിന്ത ഒരു വന മേഖലയിൽ ജീവിച്ച വനവാസിയാണ് എന്നതിനപ്പുറത്തേക്ക് ദേശാഭിമാനത്തിൻ്റെ, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിച്ച
മഹത്തരമായ ജീവിതത്തിൻ്റെ ഉജ്ജ്വലമായ മാതൃകയാണ് തലക്കര ചന്തു എന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ബ്രിട്ടീഷുകാർ എന്നും സുഗന്ധവ്യഞ്ജനങ്ങൾ, അവർക്കെന്നും അതിനോടൊരു കമ്പമുണ്ടായിരുന്നു. ആ സുഗന്ധവ്യഞ്ജനങ്ങൾ, കേരളത്തിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കേന്ദ്രമെന്നറിയപ്പെട്ടിരുന്ന വയനാട്, ആ വയനാട് എന്തുകൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ബ്രിട്ടീഷ് പോസ്റ്റ് ആക്കാൻ തീരുമാനിച്ചു എന്ന് ചിന്തിച്ചാൽ അതിനൊരു കാരണമാണ്, അത് സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറയാണ് എന്നുള്ളത്. ആ സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറയുടെ കേന്ദ്രത്തിൽ അവരുടെ ഓഫീസ് പ്രവർത്തിച്ചാൽ അവിടെയുള്ള അവസാനത്തെ സുഗന്ധവ്യഞ്ജനവും അറുത്തുകൊണ്ട് അവിടെ നിന്നും പടിയിറങ്ങാം എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വയനാട് കേന്ദ്രമാക്കിക്കൊണ്ട് കബനി നദിയുടെ പോഷകമായി ഒഴുകിയ പനമുരം നദിയുടെ തീരത്ത് ബ്രിട്ടീഷ് പോസ്റ്റ് ഉണ്ടാക്കിയത്. നേരത്തെ പറഞ്ഞ മാതിരി ഈ വനവാസികളെ ജാർഖണ്ഡിൽ എങ്ങനെ എല്ലാം പീഡിപ്പിച്ചു എന്ന് നമ്മൾ ചർച്ച ചെയ്തു. അതിനെല്ലാം അപ്പുറത്തേക്ക് കേരളത്തിലെ വനവാസി സഹോദരന്മാരെ ശാരീരികമായി പീഡനത്തിനിരയാക്കി. പക്ഷെ അപ്പോഴെല്ലാം തലക്കൽ ചന്തുവിൻ്റെ നേതൃത്വത്തിൽ തൊട്ടാൽ തൊട്ടടുത്ത് പ്രതികരിക്കും എന്ന സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. അമ്പിൻ്റെ അറ്റത്ത് വിഷം തേച്ചു പിടിപ്പിച്ച് വളരെ മികച്ച രീതിയിൽ, വളരെ സമഗ്രമായി, സമർത്ഥമായി, മനോഹരമായി ബ്രിട്ടീഷുകാരൻ്റെ നെഞ്ചത്തേക്ക് അമ്പെയ്തു വീഴ്ത്തി അതിന് മറുപടി കൊടുക്കാൻ തലക്കൽ ചന്തു വിസ്മരിച്ചില്ല. തലക്കൽ ചന്തുവിൻ്റെ കൂടെയുള്ളവർ വിസ്മരിച്ചില്ല എന്ന്. തലക്കൽ ചന്തുവിന് കരുത്തായി ഭാര്യയായിട്ടുള്ള നീലിയും ഉണ്ടായിരുന്നു എന്നതാണ്. കുടുംബസമേതം ഭാരത സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു ദമ്പതികൾ എന്ന് ഭാരതത്തിൽ അഭിമാനപുരസ്സരം പറയുവാൻ സാധിക്കും ഈ ചന്തുവിനെയും നീലിയെയും. ഇടച്ചേന കുങ്കനെയും നീലിയെയും അതുപോലെ ചന്തുവിനെയെല്ലാം പഴശ്ശിരാജ സിനിമ കണ്ടപ്പോഴാണ് പലരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാവുക. കാരണം ഭാരത സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അഭ്രപാളിയിൽ ഒരിക്കലും വനത്തിലിരുന്നു കൊണ്ട് ഭാരതത്തിന് വേണ്ടി പടപൊരുതിയ തീരദേശാഭിമാനികളെ എങ്ങനെയോ എപ്പോഴൊക്കെയോ ആസൂത്രിതമായോ ആസൂത്രിതമല്ലാതായോ അവരെ ചരിത്രത്തിൻ്റെ പാഠപുസ്തകങ്ങളിൽ തിരികെ കയറ്റാൻ ആരൊക്കെയോ എവിടേക്കെയോ മറന്നുപോയോ എന്ന് ഒരു സംശയം എന്നും എപ്പോഴും നിലനിൽക്കും ഭാരതീയന്. അത് ഇന്നും അന്നും സ്വതന്ത്രാനന്തര ഭാരതത്തിൽ ചരിത്ര പാഠപുസ്തകങ്ങൾ ഒന്ന് നന്നായി കണ്ണോടിച്ചാൽ ആത്മവിശ്വാസം ലഭിക്കുന്ന ഒരു ചരിത്ര മുഹൂർത്തങ്ങളും ചരിത്ര പാഠപുസ്തകങ്ങളില്ല എന്നത് വസ്തുതയാണ്. ഇന്നലെ നമ്മുടെ പൂർവികർ പഠിച്ചതും ഇന്ന് കുട്ടികൾ പഠിക്കുന്നതും നാളത്തെ തലമുറ പഠിക്കേണ്ടി വന്ന ഗതികേടും ഈ ചരിത്രത്തിൽ അഭിമാനിക്കുവാൻ ഭാരതത്തിൽ ഒന്നുമില്ലായിരുന്നു, എൻ്റെ പൂർവ്വസൂരികളിൽ ഒന്നുമില്ലായിരുന്നു എന്ന ചരിത്രം പഠിക്കേണ്ട ഗതികാണ് ഭാരതത്തിലെ ചരിത്ര വിദ്യാർത്ഥികൾക്കുള്ളത്. ഒരു ചരിത്ര അധ്യാപകന്റെ മുന്നിൽ ഇരുന്നു കൊണ്ടാണ് ഈ നഗ്ന സത്യം വിളിച്ചു പറയുന്നതെന്ന പൂർണ്ണബോധ്യത്തോടെയാണ് പറയുന്നത്. വാളിൻ്റെ വായ്ത്തലയിൽ മതപരിവർത്തനം നടത്തിയ ടിപ്പു സുൽത്താൻ ചരിത്രത്തിൻ്റെ പാഠപുസ്തകങ്ങളിൽ ഇന്ന് എഴുതി ചേർത്തിരിക്കുന്നു. മതപരിവർത്തനവും പീഡനവും ഒരുപോലെ നടത്തിയ മുഹമ്മദ് ഗോറിയും മുഹമ്മദ് ഗസ്നിയും ജസിയ എന്ന് പറയുന്ന കപ്പ ഏർപ്പെടുത്തി സമ്പാദിക്കുന്നതിൻ്റെ 80% മുതൽ 90% വരെ ഒരു ഹിന്ദുവാണ് എന്നതിൻ്റെ പേരിൽ കാവിത്തുണി തലയിൽ കെട്ടിക്കൊണ്ട് നടന്ന് സമ്പാദിക്കുന്നതിൻ്റെ 80% കപ്പം കെട്ടേണ്ട സാഹചര്യം ഉണ്ടാക്കിയ ഗോറിയും ഗസ്നിയും എല്ലാം ഇന്ന് ചരിത്രത്തിൻ്റെ പാഠപുസ്തകങ്ങളിൽ കനകലിപികളാൽ എഴുതി ചേർക്കപ്പെടുമ്പോൾ ഭാരതം ഒന്നാണ് എന്ന് പറഞ്ഞ, ഭാരതത്തിൽ ചതുർധാമവും ചതുർപടവും സ്ഥാപിച്ച ശങ്കരാചാര്യരെ ബ്രാഹ്മണ്യത്തിൻ്റെ വക്താവായി പ്രതിനിധീകരിക്കുന്ന ചരിത്ര പാഠപുസ്തകം. ഇന്ന് ഈ ചരിത്ര പാഠപുസ്തകത്തിൻ്റെ ഗതികേടതാണ്. ഇത് നമ്മൾ പഠിക്കുന്നു എന്നുള്ളതാണ്. ചരിത്രം മാത്രമല്ല, ശാസ്ത്രവും അത് തന്നെ. എന്താണ് ഭാരതത്തിൻ്റെ കണ്ടുപിടുത്തമെന്ന് ചോദിച്ചാൽ അഭിമാനത്തോടെ പറയും പൂജ്യമാണ് എന്ന്. വട്ടപൂജ്യം, 0. ഇതാണ് ഭാരതത്തിൻ്റെ കണ്ടുപിടുത്തം. അഭിമാനിക്കാൻ ഒരു ചരിത്ര പാരമ്പര്യമോ ഒരു ശാസ്ത്ര പാരമ്പര്യമോ ഭാരതത്തിനില്ല എന്ന് വരുത്തി തീർത്ത
ഗതികേട് പഠിക്കേണ്ട ഒരു തലമുറയിൽപ്പെട്ടവരാണ് ഞാനും നിങ്ങളും നമുക്ക് മുമ്പ് ജീവിച്ചിരുന്നവരും എന്നതാണ് സത്യവും യാഥാർത്ഥ്യവും. ഇന്നുള്ള ശാസ്ത്രപരമായ കണ്ടുപിടുത്തങ്ങളെല്ലാം പറഞ്ഞാൽ അത് കാവ്യവൽക്കരണമാണ് എന്ന് പറയുന്ന ഗതികേട്. വിമാനം എന്നതിന് പേര് വിമാനം എന്ന് വരാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ വൈമാനികന്റെ വിമാനശാസ്ത്രം എന്നൊരു പദ്ധതി ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്നും ആ വിമാനശാസ്ത്രം എന്ന പദ്ധതി വൈമാനികൻ എന്ന് പറയുന്ന ആളാണ് കണ്ടുപിടിച്ചത് എന്നുള്ളത് കൊണ്ടാണ് അതിന് വിമാനം എന്ന് പേര് വരാൻ കാരണം എന്ന് പറയുമ്പോൾ അത് കാവ്യവൽക്കരണമായി. ഞാൻ പറഞ്ഞു വന്നത് തലക്കര ചന്തു. എന്തുകൊണ്ട് തലക്കര ചന്തു ഇന്ന് പഴശ്ശി രാജ കാണേണ്ട ഗതികേട് വന്നു തലക്കര ചന്തുവിനെ കുറിച്ച് പഠിക്കാൻ എന്ന് ചിന്തിച്ചാൽ അത് പാഠപുസ്തകങ്ങളിൽ നിന്നും പഠിക്കാൻ സാധിക്കുന്നില്ല, അതിനുള്ള സാഹചര്യമില്ല എന്നുള്ളതാണ്. ഈ പനമരം എന്ന് പറയുന്ന മിലിറ്റന്റ് ക്യാമ്പിലേക്ക് ആസൂത്രിതമായിട്ടുള്ള തലക്കര ചന്തുവിൻ്റെ ഒരു പോരാട്ടം നടന്നിരുന്നു. ആ ഒരു രാത്രിയിൽ 150 കുറിച്യപ്പടകൾ പങ്കാളികളായ പരിപാടിയിൽ, ആ പോരാട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ 112 തോക്കും 6 വണ്ടി വെടിക്കോപ്പും 6000 രൂപയും കൂടാതെ ആ ബ്രിട്ടീഷ് കേന്ദ്രങ്ങൾ, കെട്ടിടങ്ങൾ മുഴുവൻ ഒരു രാത്രി കൊണ്ട് അഗ്നിക്കിരയാക്കുകയും അവിടെയുള്ള മുഴുവൻ ഫയലുകളും അന്ന് തീയിട്ട് നശിപ്പിക്കുകയും ചെയ്ത വലിയൊരു പോരാട്ടമായിരുന്നു പനമരം സമരം, അല്ലെങ്കിൽ പനമരം പ്രക്ഷോഭം എന്ന നിലയ്ക്ക് പേരുകേട്ടത്. തലക്കര ചന്തു അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പും പിമ്പും ചിന്തിച്ചാൽ കേവലം പനമരത്ത് നടത്തിയ പോരാട്ടം മാത്രമായിരുന്നില്ല. 1797 പേരിയ ആക്രമണം, അതുപോലെ 1800 പുളിത്താൽ ആക്രമണം, അതുപോലെ 1805 പുൽപ്പള്ളി പോരാട്ടം, ഇങ്ങനെ നിരവധി ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം പോരാട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്. ഇത് ഈ സമൂഹത്തിൻ്റെ, സമുദായത്തിൻ്റെ ഉള്ളിൽ ആത്മവിശ്വാസം ലഭിച്ചു എന്നതിനപ്പുറത്തേക്ക് ആത്മാഭിമാനത്തിൻ്റെ ദിനരാത്രങ്ങൾ സമ്മാനിക്കുകയായിരുന്നു തലക്കര ചന്തുവിൻ്റെ സാന്നിധ്യം. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം പഴശ്ശിരാജ പറഞ്ഞു, എൻ്റെ വലതു കൈ എൻ്റെ ശരീരത്തിൽ നിന്നും ഛേദിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന്. അത് വാസ്തവത്തിൽ അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥകമായത് എന്തുകൊണ്ടായിരുന്നു? അദ്ദേഹം മരിച്ച ഏതാനും ദിവസങ്ങൾക്കകം പഴശ്ശിരാജ വയനാട് വച്ച് കൊല്ലപ്പെട്ടു. കാരണം ആ സമൂഹത്തിൽ തുരുമ്പിച്ച വാളുകളും മൂർച്ചയില്ലാത്ത കത്തിയും കൊണ്ട് വെടിയുണ്ടകൾക്കെതിരെ പോരാട്ടം നടത്തുമ്പോഴും അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഒന്നു മാത്രമായിരുന്നു, ആത്മവിശ്വാസം, അടങ്ങാത്ത സ്വാതന്ത്ര്യം ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള ദാഹം. ഈ രണ്ടുമായിരുന്നു ചന്തുവിനും അവരോടൊപ്പം ഉണ്ടായിരുന്നവരുടെയും ആകെ കൈമുതലായി ഉണ്ടായിരുന്ന 2 വസ്തുക്കൾ. അവസാന നിമിഷം ചോരയിൽ മുക്കിയെടുക്കുന്ന ശവശരീരങ്ങൾക്ക് മുന്നിൽ ചവിട്ടി മുന്നോട്ട് പോകുമ്പോഴും ആ തോക്കിൽ നിന്നും അവശേഷിക്കാത്ത പുകകൾ, ഇങ്ങനെ വെടിയുണ്ടകൾ ഉതിർന്നു പോകുമ്പോഴും അതിൽ നിന്നും പൊങ്ങി വരുന്ന പുകകൾ നിലയ്ക്കാതെ നിൽക്കുമ്പോഴും ഞാൻ എന്നാദ്യം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കയറിക്കൊണ്ട് ചന്തുവിൻ്റെ കുറിച്യപ്പടയാളികൾ നടത്തിയ പോരാട്ടം അതെന്നും ആവേശജനകമാണ്. ആ കാലഘട്ടത്തിൽ 108 കുറിച്യ സമൂഹങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഇന്ന് അവശേഷിക്കുന്നത് 56 കുലങ്ങൾ മാത്രമാണ്. ശ്രീധർജിക്ക് അറിയാം, 56 കുലങ്ങളിൽ 30 പന്തികുലവും 20 ബന്ധുകുലങ്ങളുമാണ്. 36 പന്തികുലവും 20 ബന്ധുകുലങ്ങളുമാണ്. അതിൽ ബാക്കിയെല്ലാം അവശേഷമായി പോയി. പക്ഷെ ആ നടത്തിയ കുറിച്യരുടെ വീര്യം ഏത് കാലഘട്ടത്തിലായിരുന്നു? തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും കുറിച്ച് ചരിത്ര പാഠപുസ്തകങ്ങൾ എഴുതി വെച്ച കാലഘട്ടത്തിലായിരുന്നു പഴശ്ശി രാജാവിനോടൊപ്പം തോളോട് തോൾ ചേർന്നുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് നേരെ പോരാടിയ ചരിത്രം. ഐത്തവും അസ്പൃശ്യതയും ഉണ്ട് എന്ന് ചരിത്രം പാടി പുകഴ്ത്തി ഇന്നും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് ട്രൈബൽ മേഖലയിലെ ഒരാൾ രാജാവിനോടൊപ്പം കിടന്നുറങ്ങി, രാജാവിനോടൊപ്പം ഭക്ഷണം കഴിച്ച് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാട്ടം നടത്തി. അങ്ങനെ 1800കളുടെ ചരിത്രം തലക്കര ചന്തു കേരളത്തിന് നൽകിയ
ആത്മവിശ്വാസം, ആത്മധൈര്യം, ആത്മബോധം, ആത്മാഭിമാനം ഇത് ചെറുതായിരുന്നില്ല. പക്ഷെ ഇന്ന് ചരിത്ര പാഠപുസ്തകങ്ങളിലൊന്നും ഇതിനെക്കുറിച്ച് പറയുന്നില്ല എന്നതാണ് വസ്തുത. അപ്പോൾ അനൗപചാരികമായ വിദ്യാഭ്യാസം എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും ഇതിനെ പറയുവാനും പ്രചരിപ്പിക്കാനും പഠിക്കുവാനും തയ്യാറാകുമ്പോഴാണ് സാംസ്കാരികമായി ഈ സമൂഹം ആത്മവിശ്വാസമുണ്ടാകുന്നത്. പഠിപ്പിക്കുവാൻ ചരിത്രത്തിൽ ആത്മവിശ്വാസമുള്ള ഒന്നുമില്ലെങ്കിൽ ചരിത്രം നമുക്ക് സൃഷ്ടിക്കുവാൻ സാധിക്കണം, ചരിത്രം നമുക്ക് രചിക്കുവാൻ സാധിക്കണം. അത് സത്യസന്ധമായ ചരിത്രമായിരിക്കണം. ചരിത്രത്തിൻ്റെ സ്മൃതിപഥങ്ങൾ അയവിറക്കുമ്പോൾ ആസൂത്രിതമായി ചിലതിനെ തിരികെ കയറ്റുകയും ചിലതിനെ വിസ്മരിക്കാനും ശ്രമിച്ചത് എന്തുകൊണ്ടെന്നാൽ 1947 ആഗസ്റ്റ് 15 ഭാരതത്തിൻ്റെ ഭരണം അവസാനിപ്പിച്ച് ബ്രിട്ടീഷുകാരൻ തിരിച്ചുപോയ സമയത്ത് അന്നത്തെ വൈസ്രോയ്ക്ക് എഴുതിയ ഒരു കത്ത് 1952 അത് കിട്ടുകയുണ്ടായി ഭാരതത്തിന്. ആ കത്തിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു: കാഴ്ച കൊണ്ട് ഭാരതീയനും ചിന്ത കൊണ്ട് പാശ്ചാത്യരുമായ ഒരു യുവസമൂഹത്തെ ഞാൻ എൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ പുറത്തു കൊണ്ടുവരും. കാഴ്ച കൊണ്ട് ഭാരതീയനും ചിന്ത കൊണ്ട് പാശ്ചാത്യനുമായ ഒരു യുവസമൂഹത്തെ ഞാൻ എൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ കൊണ്ടുവരും. ദൗർഭാഗ്യവശാൽ ബ്രിട്ടീഷുകാരൻ തിരിച്ചുപോയ സമയത്ത് തയ്യാറാക്കിയ സിലബസിൻ്റെ പിന്തുടർച്ചക്കാരായിരുന്നു നമ്മൾ അന്നും ഇന്നും. അതുകൊണ്ടാണ് നമുക്ക് ചരിത്രത്തിലൊന്നുമില്ല എന്ന് പറയാനും നമുക്ക് വേലുത്തമ്പി ദളവ ഇന്ന് 4 വരി മാത്രം പഠിക്കാൻ ചരിത്ര പാഠപുസ്തകങ്ങളിൽ. പക്ഷേ ലൈംഗിക തൊഴിലാളി ജമീലയുടെ ആത്മകഥ 1 പേജ് നമുക്ക് പഠിക്കാം. കള്ളൻ്റെ കഥ 1.5 പേജ് പഠിക്കുമ്പോൾ നമുക്ക് വീരപരശിയും ഛത്രപതി ശിവാജിയും ഒന്നും നമ്മുടെ ചരിത്ര പാഠപുസ്തകങ്ങളിലില്ല. സമർത്ഥ രാമദാസ് എന്ന ചരിത്ര പാഠപുസ്തകങ്ങളിലില്ല. നാടിന് 1200 വർഷം ആത്മാഭിമാനം നഷ്ടപ്പെട്ട ഒരു ജനതയ്ക്ക് ലോകത്തിന് മുഴുവൻ ആത്മാഭിമാനം ആത്മവീര്യവും നൽകിയ സ്വാമി വിവേകാനന്ദൻ ചരിത്ര പാഠപുസ്തകങ്ങളിൽ 3 വരി മാത്രമാണ്. CBSE വിദ്യാർത്ഥികൾക്ക് അങ്ങനെ 3 വരി ഇല്ലതാനും. ഇത് ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഏറ്റവും വലിയ കുറവാണ്. അവിടെയാണ് നമ്മൾ ബിർസാ മുണ്ടയെയും ചന്തുവിനെയും കുറിച്ച് പഠിക്കണം എന്ന് പറയുന്നത്. ശാസ്ത്രം എത്രമാത്രം മുന്നോട്ട് പോകുമ്പോഴും ആ ശാസ്ത്രത്തിനെല്ലാം ഭാരതത്തിൻ്റെ പങ്ക് ചെറുതല്ല. അണു എന്ന് പറയുന്നത് കണ്ടുപിടിച്ചതാണ് ആറ്റം. ആ അണുവിന് തൊട്ടു മുമ്പുള്ള അവസ്ഥയെ കണം എന്നാണ് വിളിച്ചത്, ആറ്റം. ശരിയല്ലേ? കണം കണ്ടുപിടിച്ചത് കണാദനാണ്. വിദ്യാർത്ഥികളായതുകൊണ്ടാണ് ഇത് പറയുന്നത്. കണത്തിന് കണമെന്ന് പേര് വരാൻ കാരണം കണാദനായതുകൊണ്ടാണ്. എന്തായിരുന്നു കണത്തിൻ്റെ വ്യാഖ്യാനം? അപകർഷ പര്യന്തം ദ്രവ്യം പരമാണുരേവം. ഇതാണ് കണത്തിൻ്റെ വ്യാഖ്യാനം. നമ്മുടെ തലമുടിയെ, നമ്മുടെ അല്ല നിങ്ങളുടെ തലമുടി ഒരെണ്ണം എടുത്ത് അതിനെ 100 കീറി വീണ്ടും 100 കീറുമ്പോൾ കിട്ടുന്ന അളവുണ്ടല്ലോ, ആ അളവാണ് യഥാർത്ഥത്തിൽ കണം. ഇത് എത്ര കാലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചതാണ്. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. എനർജിയെ കുറിച്ചുള്ള വ്യാഖ്യാനം. ഊർജത്തെ ഉണ്ടാക്കാനും സാധിക്കില്ല, അതിനെ നശിപ്പിക്കാനും സാധിക്കില്ല. തതേ ചെയ്തി തന്നെ ചെയ്തി തദ്ദൂരെ തദ്വന്തികേ എന്നോ തന്ത്രശാസ്ത്ര മനോഹരമായി ഊർജത്തെക്കുറിച്ച് വ്യാഖ്യാനം ചെയ്തിരിക്കുന്നു. പക്ഷേ ഇന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ ഗണപതി മിത്ത് എന്ന് പറയുന്ന നാട്ടിൽ ജീവിക്കേണ്ട ഗതികേടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ചരിത്രത്തിൽ, ഈ ശാസ്ത്രത്തിൽ നമ്മുടെ പങ്കെന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കാവ്യവൽക്കരണമാണ് എന്ന് ദുർവ്യാഖ്യാനം ചെയ്യാനും അതിനെ പ്രചരണം നടത്താനും ദുർപ്രചരണം നടത്താനും ഒരു സമൂഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആത്മാഭിമാനമുള്ള ഒരു ഭാരതീയനായി ജീവിക്കുമ്പോൾ ആത്മാഭിമാനമുള്ള ഒരു ചരിത്രം നമുക്കുണ്ടായിരുന്നു, ആത്മാഭിമാനമുള്ള ഒരു ശാസ്ത്ര പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. നമ്മുടെ പൂർവ്വസൂരികൾ നമുക്ക് നൽകിയ ആത്മാഭിമാനമുണ്ടല്ലോ, ആ ആത്മാഭിമാനം അതാണ് ഈ നാടിൻ്റെ അസ്തിത്വം. ആ അസ്തിത്വത്തിന് വേണ്ടി ആയിരിക്കണം എൻ്റെ പ്രാണൻ്റെ ഓരോ ശ്വാസനിശ്വാസവും ഭാരതത്തിൻ്റെ ശ്രേയസ്സാണ്, എൻ്റെ ശ്രേയസ് എന്ന് ചിന്തിക്കുന്നൊരു സമൂഹമാണ് ഈ നാടിന് വേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഭാരതമാതാവിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജീവാഹുതി നൽകിയ ബിർസാ മുണ്ടയുടെയും തലക്കൽ ചന്തുവിൻ്റെയും പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി പഠനോപകരണം സമർപ്പിക്കുന്നതിന് ശ്രീമതി കലാറാണിയും നൃത്തകലയും ചേർന്ന് നിർവഹിക്കുന്ന വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പഠനോപകരണം ഇതാണ്. അവിടെ കൊടുത്തോളൂ, ആ സൈഡിൽ കൊടുത്തോളൂ.
കൊടുത്തോളൂ കൊടുത്തോളൂ. വൈഷ്ണവി. നന്ദന. ദിവ്യലക്ഷ്മി. ദേവിക SS. അനാമിക RC. സാന്ദ്ര. നന്ദന മോഹൻദാസ്. വൈഗ. വൈഗന്തി എന്നാണ്. വൈഗാദിനി. അനുശ്രീ. വൈഗാദിനി വന്നില്ലല്ലോ. മഞ്ചാംബിക. ആർഷ. പാർവതി. ശിവപാർവതി. പ്രീതി. ആരതി. മീനു MS. അമ്പിളി. ബാക്കി പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി ശ്രീമതി ലീലയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കുറച്ച് കുട്ടികൾക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല. അത് ശ്രീമതി ലീലയെ ഏൽപ്പിക്കുകയാണ്. മോളെ രണ്ട് കുട്ടികൾ ഒന്ന് വാങ്ങിച്ചു നോക്കി. ശ്രീ തോട്ടിക്കാട് ശശി രചിച്ച പുസ്തകം ശ്രീ GM മഹേഷിന് ഉപകാരം നൽകി ആദരിക്കുന്നു. ശ്രീ തോട്ടിക്കാട് ശശി രചിച്ച്
പുസ്തകം കോട്ടൂർ ഗീതാഞ്ജലി ഗ്രന്ഥശാലയ്ക്ക് വേണ്ടി VS ജയകുമാർ ഏറ്റുവാങ്ങുന്നു. ശ്രീ തോട്ടിക്കാട് ശശി രചിച്ച പുസ്തകം നൽകുന്നത് ശ്രീ ഹരികൃഷ്ണൻ. അടുത്തതായി ശ്രീധർ ജിക്ക് ഉപഹാരം നൽകി ആദരിക്കുന്നു. ശ്രീ ഗോപകുമാർ, വനവാസി വികാസ് കേന്ദ്രം, നഗർ പ്രമുഖ്. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. വളരെ ധന്യമായ ഈ പരിപാടിയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് എൻ്റെ ചുമതല. ഞാൻ അതിലേക്ക് കടക്കുകയാണ്. ആദ്യമായി നന്ദി പറയേണ്ടത് നമ്മുടെ മുതിർന്ന കാര്യകർത്താവും അധ്യക്ഷനുമായിരുന്ന രാധാകൃഷ്ണൻ ചേട്ടനാണ്. അദ്ദേഹത്തിന് നമ്മുടെ ജില്ലാ സമിതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഗോപിനാഥൻ IAS റിട്ടയർഡ് IG ആണ് അദ്ദേഹം പോയി കഴിഞ്ഞു. അദ്ദേഹത്തിന് വളരെ ഹാർദവമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഈ പരിപാടി പങ്കെടുത്ത നമ്മുടെ അധികാരി ശ്രീധർജി, അതുപോലെ തോട്ടയ്ക്കാട് ശശിയേട്ടൻ, ഗോപാൽജി തുടങ്ങിയവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മളെ ആദരവേറ്റ് വാങ്ങി പോയി കഴിഞ്ഞ ശ്രീ MS കൃഷ്ണരാജ് പോറ്റി, സുകുമാരൻ സാറ്, ശ്രീകുമാർജി തുടങ്ങിയവർക്ക് നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പ്രതിഭകളെ ഇവിടെ ആദരിച്ചു. വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ച ഓരോരുത്തരെയും പേരെടുത്ത് പറയുന്നില്ല. നമ്മുടെ ആദരവ് സ്വീകരിക്കാനെത്തിയ എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ 2 പ്രധാനപ്പെട്ട പ്രഭാഷണങ്ങളോട് നടന്നു. വളരെ പ്രൗഢഗംഭീരവും വിജ്ഞാനപ്രദവുമായ പ്രഭാഷണങ്ങളായിരുന്നു. പക്ഷെ അവർക്ക് സമയക്കുറവായിരുന്നു. എന്നാലും 2 അധ്യാപകരാണ്. നമ്മുടെ ഹരികൃഷ്ണ സാറിനും അതുപോലെ GM മഹേഷ് ജിക്കും വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ അതുപോലെ തന്നെ കലാറാണി, സുധീർ ജി എന്നിവർക്കും ഈ പരിപാടി ധന്യമാക്കി തീർത്ത ഈ വേദിയിലും സദസ്സിലിരിക്കുന്ന ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കും. നമസ്കാരം.